എന്റെ മകനെ വിടുന്നില്ല. മകനെ വിട്ടവർക്കേ സിനിമ നിൽക്കാൻ പറ്റുന്നില്ല. മനസ്സിലായില്ല? ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇല്ല, ഇവിടെ എന്ത് സംഭവമാണ്, ഞാൻ ഇല്ലെങ്കിൽ സിനിമ നടക്കില്ല. സിനിമ ആരുടെ ഇവിടെ ഉണ്ടാവും? ഉണ്ടോ? ജാട എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞാല് നമ്മളാണ് ഏറ്റവും ഇപ്പൊ ടോപ്പ് എത്തിയോ? അതെ, അടിപൊളി. നമ്മളാണ് ഒന്നാം സ്ഥാനം. ഡോക്ടർമാരുടെ ഇടയിലും ഈ പ്രശ്നമുണ്ട് ഇല്ലേ? അവരും ഇതിനെ കുറിച്ച് പറയുക, ഇതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ട് അവർ ഉപയോഗിക്കുന്നല്ലേ. നമുക്ക് വിവേചന ബുദ്ധി കൂടുതലാണ്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് ആർക്കും ഇൻസ്പയർ ചെയ്യാൻ സാധ്യത ഇല്ല. മദ്യപിച്ചോ അല്ലെ മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്തോ നല്ല വിഷയമല്ല. ഒരു പ്രൊഡ്യൂസർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക, ഒരു സംവിധായകന് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. നിങ്ങൾ 2 മണിക്കൂർ ലേറ്റായി വന്നു കഴിഞ്ഞാൽ സിനിമയ്ക്ക് എത്രമാത്രം നഷ്ടം ഉണ്ടാവും അറിയാം. ആരും ഭാഗത്ത് പഴിചാരിയാലും നഷ്ടം നിർമ്മാതാവിനാണ് ഇല്ലേ? പഴിചാരൽ എന്തിരിക്കുന്നു? അപ്പൊ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞു റേറ്റിംഗ് ഒക്കെ വെറും തട്ടിപ്പാണ്. സംശയം ഉണ്ടോ? ഇപ്പൊ ഞാൻ വേറെ സിനിമ, ഞാൻ തുടക്കത്തിലൊരു പരസ്യം വരാം, സ്പോഞ്ചാണ്. ഇത്രയും വൃത്തിയായിട്ട് ഒരു പരസ്യം ആവശ്യമുണ്ടോ? ഞാൻ കളഞ്ഞിട്ട് നമ്മൾ ഇരിക്കണോ? അത് തെറ്റാണ്. വിക്കിപീഡിയ തെറ്റാണ്. ആര് കൊടുത്തതെന്ന്? വിക്കിപീഡിയ തെറ്റാണ്. ഞാൻ പോലും പറഞ്ഞില്ല എന്ത് പ്രായം ഉണ്ടെന്ന്. പക്ഷെ ഞാൻ കാളയും പോത്തിനായിട്ട് എങ്ങനെ കയറ്റി വിടുന്നത്? ഒറ്റയ്ക്കാണോ? ഇന്ത്യ കയറ്റുമതിയിൽ ഏകദേശം 4ാം സ്ഥാനോ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു സംവിധായകനാണ്, നിർമ്മാതാവാണ്, അഭിനേതാവാണ്, എഴുത്തുകാരനാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള TS അരുൺ ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം ചേട്ടാ, നമസ്കാരം. അപ്പൊ എന്തൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം എല്ലാം പുതിയ വിശേഷമാണ്. നമ്മൾ കാണുന്ന എല്ലാം പുതിയ വിശേഷം, ഓരോ ദിവസവും പുതിയ വിശേഷം. അതെ അതെ, തീർച്ചയായും. അപ്പൊ അടുത്ത് ഒരു പുതിയ സിനിമയുടെ ഒരു കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഷൂട്ട് തുടങ്ങും. ഓക്കെ, അപ്പം ഈ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സിനിമയെ പറ്റി ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് അത്, ഏതാണ് ആ സിനിമയെ പറ്റി, എന്താണ് ഏട്ടന് പറയാനുള്ളത്? കാര്യം എന്താണ് പ്രമേയം, ആരാണ് മുഖ്യ കഥാപാത്രങ്ങള്? പ്രമേയം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിന്റെ ഒരു കഥാപാത്രം പറയാം. തത്തയാണ് കഥാപാത്രം. ഓക്കെ, ഒരു വ്യത്യസ്തമായ പ്രമേയമായിരിക്കും. തത്തേനെ കൊണ്ട് നമ്മൾ പണ്ട് കഥ പറയിക്കാന്നൊക്കെ പറയുന്നില്ലേ? കഥ പറയുന്ന തത്തയല്ല, എന്തിനു വേണം കഥ പറയിപ്പിക്കാം. സിനിമ കഥ പറയുന്നു, തത്ത കഥ പറയുന്ന സിനിമയെ കുറിച്ചിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഒരു വ്യത്യസ്തമായ പ്രമേയമാണ്. അതില് മറ്റ് താരങ്ങൾ ആരൊക്കെയാണ്? മറ്റു താരങ്ങളെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നിരുന്നാലും പുതിയ കഥാപാത്രങ്ങൾ ഒരുപാട് വരുന്നുണ്ട് സിനിമയില്. എന്നിരുന്നാലും സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് തത്തയാണ്. അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കിട്ടിക്കാണോ എന്താന്നുള്ളത്? അതെ, മനസ്സിലായി. അപ്പം ഇപ്പം ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, നേരത്തെ ആദ്യമേ പറഞ്ഞ പോലെ സംവിധായകനാണ്, നിർമ്മാതാവാണ്, എഴുത്തുകാരനാണ്, അഭിനയിക്കും, അങ്ങനെ പല മേഖലകളിൽ ശരിക്കും ഇങ്ങനെ വിരാജിച്ചിരിക്കുകയാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം സാധാരണ ചോദിക്കാറുള്ള ചോദ്യമാണ്, എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു മേഖല അത് ഏതായിരിക്കും? സിനിമാ മേഖല. അല്ല, സിനിമാ മേഖലയിൽ ഏതായിരിക്കും? ഇല്ല, അങ്ങനെയല്ല. സിനിമയുടെ എല്ലാ മേഖലയും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കൈവയ്ക്കുന്നത്. ഞാൻ വിജയപരാജയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നിരുന്നാലും എഴുത്തെന്ന് പറഞ്ഞു, എഴുത്ത് എനിക്ക് ഇഷ്ടമുള്ള മേഖലയാണ്. ആർട്ടിന് ഇഷ്ടമാണ്. കാര്യം ഞാൻ പഠിച്ചത് ഫൈനാൻസ് കോളേജിലാണ്. അപ്പൊ അത് സ്കൾപ്ചർ കഴിഞ്ഞാൽ, അപ്പം ആർട്ടിന് ഇഷ്ടമാണ്. പിന്നെ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് മുമ്പ്, ഞാൻ സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അപ്പം അതും എനിക്ക് ഇഷ്ടമാണ്. അത് പിന്നെ പറഞ്ഞ ഓഡിയൻസ് എത്ര അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും അത്യാവശ്യം വൈറലായിട്ടുണ്ട്, കാര്യങ്ങൾ വൈറലായിട്ടുണ്ട്. പിന്നെ അതുപോലെ നിർമ്മാണ മേഖലയിൽ ചെറുതായിട്ട് കൈവച്ചിട്ടുണ്ട്, അഭിനയമായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇപ്പോ നമ്മുടെ മാക്കൂട്ട് എന്നൊരു സിനിമ റിലീസായി, അതൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥ എന്ന ഞാൻ പണം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ 2 സിനിമ ആയിട്ടുണ്ട്. പിന്നെ തമിഴ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്, ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ പല മേഖലകളിൽ ഇങ്ങനെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ചേട്ടാ, ശരിക്കും ഞാനിപ്പോ നേരത്തെ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന TS അരുൺ ഗിലാഡി എന്നാണ് കിടക്കുന്നത്. എന്താണ് ആ പേര് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലിന്റെ ഉദ്ദേശ ലക്ഷ്യം? വ്യത്യാസം തോന്നുന്നുണ്ടോ എന്തെങ്കിലും കേട്ടപ്പോ? അല്ല, അങ്ങനെ ഒരു പ്രത്യേകതയുള്ള പേര് അധികം എന്നല്ല, ഇതുവരെ കേട്ടിട്ടില്ല പേരാണ്. അല്ല, ഒരാൾ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പേരാണ്. തീർച്ചയായും ഇല്ലേ? TS അരുൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ഉണ്ടാവാം. TS ഇല്ലെങ്കിലും അരുൺ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ സെർച്ച് ചെയ്യുമ്പോൾ TS അരുൺ ഗില്ലാഡി എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ.
അപ്പൊ അതുപോലെ അല്ല അതെന്തുകൊണ്ടാണ് ആ ഒരു പേര് തന്നെ നമുക്കിപ്പം പല പേരുകളും നമുക്ക് ഇപ്പൊ നമ്മള് പലരും തങ്ങള് ജനിച്ച സ്ഥലത്തിന്റെ പേര് കൂട്ടിച്ചേർക്കാറുണ്ട്. പക്ഷെ ഈ കിലാടി എന്നുള്ള ഒരു പേര് അധികം നമുക്കത് പരിചിതമല്ല. തമിഴ്നാട്ടിൽ പറയാറുണ്ട് കില്ലാടി എന്ന്. കില്ലാടി കില്ലാടി എന്ന് പറയാറുണ്ട്. ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ തന്നെ കില്ലാടി എന്ന് വിളിക്കാറുണ്ട്. അത് ഈ സിനിമ പേര് ആടിയതിനു ശേഷം ശരിക്കും ഇത് ഗില്ലടി എന്നാണ്. ഗില്ലടി എന്ന് പറഞ്ഞാൽ ഗില്ലാടി എന്ന് വായിക്കുന്നത് ഗില്ലടി എന്നാണ് എന്റെ പ്രൊണൗൺസിയേഷൻ. അറബിക് നെയിമില് അറബിക്കില് ചന്ദ്രൻ എന്നാണ്, മൂണെന്നാണ് പറയുന്നത്. അവിടുത്തെ കുട്ടികൾ വിളിക്കുന്ന നമ്മൾ കളിക്ക് പറയത്തില്ലേ ഉണ്ട് അരുണാണ്. അപ്പൊ എന്റെ അരുൺ എന്ന് പറഞ്ഞ എന്താ? സൂര്യൻ. അപ്പൊ ഗില്ലടി എന്ന് പറഞ്ഞ എന്താ? ചന്ദ്രൻ. രണ്ടുമായില്ലേ? ഓക്കെ, അപ്പൊ ഒരു കോൺട്രാസ്റ്റ് ആണ് പേരിൽ. അതെ, പിന്നെ ഭൂമിയും കൂടെ ഇങ്ങനെ ആഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. ഓക്കെ. അപ്പം നമ്മളിപ്പോ പേരിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പം ചേട്ടനെ പറ്റി നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് ചേട്ടൻ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതില് ചേട്ടൻ ഒരുപാട് വൈറലായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത്തരം ആശയങ്ങളില് അല്ലെങ്കിൽ അത്തരം ചിന്താധാരകൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ ഉറച്ചു നിൽക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെ, ഓക്കെ. അത് നമ്മുടെ ഏത് ഇന്റർവ്യൂ ആണ്? രണ്ടു മൂന്ന് അതിനു മുമ്പ് വൈറലായിട്ടുള്ള ഇന്റർവ്യൂ, സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട റെസ്ട്രീറ്റിനെ കുറിച്ചിട്ടൊക്കെ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറയാം, ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി. നമ്മുടെ ഒരു സമൂഹത്തിൽ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിന് ആവശ്യമാണ്. നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണ് ഇല്ലേ? നമ്മുടെ ഫ്രസ്ട്രേഷൻ ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അവിടെ. ശരി, അപ്പൊ നമ്മൾ ഇത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇപ്പം പറഞ്ഞതുപോലെ സ്കൂളിന്റെ കാര്യം, സ്കൂളിൽ ആൺകുട്ടികൾ പ്രത്യേക സ്കൂൾ, പെൺകുട്ടികൾ ഇപ്പൊ മാറാൻ പോകുന്നു. കോട്ടയം സ്കൂൾ ഇപ്പൊ മാറാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു, പറഞ്ഞു കേട്ടെ. അപ്പൊ ശരിക്കും കുട്ടികൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, പെൺകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് ആൺകുട്ടി അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നത്. എന്താണ് അതിന്റെ ആവശ്യം? ഒരു അമ്മയിൽ നിന്നാണ് ഒരു പെൺകുട്ടി ഉണ്ടാവുന്നത്, ആൺകുട്ടി ഉണ്ടാവുന്നത്. അത് അച്ഛനിൽ നിന്നാണ് രണ്ടുപേരും ഉണ്ടാവുന്നത്. അപ്പം ഈക്വൽ അല്ലെങ്കിൽ ഒരു അതൊരു പ്രത്യേക മാറ്റത്തിന്റെ ആവശ്യമില്ല. അപ്പം നമ്മുടെ സമൂഹത്തിൽ പറയുമ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് കേരള മലയാളീസ് ഇങ്ങനെ നോർത്തിലൊക്കെ പോകുമ്പോൾ എല്ലാ ചില സംസ്ഥാനങ്ങളൊക്കെ ബാംഗ്ലൂർ സിറ്റി അല്ലെങ്കിൽ ഡൽഹി, ഇതൊക്കെ കുറച്ചും ഇത്ര വിഷയമല്ല. എനിക്കൊരു സിറ്റിക്കകത്ത് എല്ലാവരും ഭയങ്കര സുഹൃത്ത് ബന്ധങ്ങളായിട്ടാണ് പോകുന്നുണ്ട്. ഇപ്പൊ രണ്ട് സുഹൃത്തുക്കൾ, പെൺകുട്ടി ആൺകുട്ടി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു സ്വസ്ഥത അല്ലെങ്കിൽ ഒരു പെൺകുട്ടി സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുറത്തു വന്നിട്ട് ആൺകുട്ടികൾ പോയി അത്ര സേഫാണ് ഇല്ലേ? ഇപ്പൊ പഴയ തലമുറയാണെങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിച്ചോണ്ടിരുന്ന അയ്യോ ഒരു ആൺകുട്ടി സംസാരിക്കും എന്താ അതിന്റെ വിഷയം. ഇപ്പൊ അങ്ങനെ ഇല്ല, സൗഹൃദങ്ങളാണ്. അപ്പൊ സൗഹൃദം വന്നപ്പോ എന്താ സംഭവിച്ചത്? അവർക്ക് കൂടെ അങ്ങോട്ടും കൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ അവർ മനസ്സിൽ വേറൊന്നുമില്ല, വേറെ ചിന്ത വരുന്നില്ല. ഒരു പെൺകുട്ടി ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് എന്റെ സുഹൃത്തെന്നല്ല കുറച്ചറിയാമായിരുന്നു, അവർ തമ്മിൽ തല്ലുകൂടുക. അവർ ചുമ്മാ തമാശ കൊണ്ട് തല്ലുകൂടുക, എല്ലാവരും മനസ്സിൽ വേറൊന്നുമില്ല എന്നുള്ളതാണ്. മുൻപാങ്ങനെ തിരിച്ച് മാറിയാണ്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നു, അവർ മനസ്സിലൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പൊ അത് കൂടുതലും വരണം ഒരുമിച്ച് പറഞ്ഞ സ്കൂൾ ആദ്യമേ സ്കൂളിന്റെ കാര്യമൊക്കെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആവശ്യമില്ല. ആൺകുട്ടികൾക്ക് വേണ്ട, പെൺകുട്ടികൾക്ക് വേറെ. അപ്പൊ അതൊക്കെ ഇനി ഒരുപാട് മാറാനുണ്ട്. നമ്മുടെ സമൂഹം പറഞ്ഞാൽ ഇപ്പം 100% വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണ്. നമുക്ക് ചിലപ്പോൾ മലയാളി ഭാഷ പറയാതിരിക്കാം. ഇവിടെ കേരളം വികസനം ഇല്ല, വികസിത രാഷ്ട്രം അല്ലെങ്കിൽ നമ്മുടെ വികസിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെക്കാളും വളരെ പ്രശ്നങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ. സിറ്റി അല്ലേ പറയുന്നത്, ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. കേരളം ഒരു നല്ലൊരു കടത്തിലായിരിക്കും ഒരു പക്ഷേ. നമ്മളിപ്പോ എല്ലാരും പറയുന്നത് ഒരു മലയാളിയെ സംബന്ധിച്ച് 1 ലക്ഷം രൂപ കടത്തിൽ എന്നാ പറയുന്നത് ഇല്ലേ? അത് നമ്മുടെ ഭരണ സംവിധാനത്തിന് അതിന്റെ വലിയൊരു പ്രശ്നമുണ്ട്, അതൊരു പങ്കുണ്ടെന്നുള്ളത്. അതിനെ കുറിച്ച് പറയാൻ ഒരുപാട് പറയേണ്ടി വരും, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ. അപ്പം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. പിന്നെ അതേപോലെ ഇപ്പം ചേട്ടൻ ഇപ്പം സിനിമാ മേഖലയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ സിനിമാ മേഖലയെ പറ്റി ഒരുപാട് ചർച്ചകൾ വരുന്നു. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ത്രീ വിഷയങ്ങളായാലും ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിർമ്മാതാക്കൾക്ക് സിനിമ പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം വരെ എത്തുന്നുണ്ട്, ലഹരി ഉപയോഗം കാരണമായാലും അല്ലെങ്കിൽ മറ്റുള്ള അഭിനേതാക്കളുടെ അമിതമായിട്ടുള്ള കടന്നുകയറ്റം കാരണം ഒക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് അത് ചേട്ടന് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇല്ല, ഇതിനെ നോക്കിക്കാണും നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും നോക്കിക്കാണുന്നത്. പക്ഷെ ഒരു സിനിമാ മേഖലയിൽ ഇൻഡസ്ട്രിയുടെ അകത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് അറിയാം. ഇല്ല, ഞാൻ പറട്ടെ, ഞാൻ മദ്യം ഉപയോഗിക്കുന്ന ആളല്ല, വെട്ടുവിളിക്കുന്ന ആളല്ല. നിങ്ങൾ മറ്റു ദുശീലങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ എനിക്ക് മയക്കുമരുന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല മയക്കുമരുന്ന്. ഞാൻ മദ്യം ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ അത്യാവശ്യം ചെറുതായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ മയക്കുമരുന്ന് എന്ന് പറയുന്നത് വേറൊരു തലത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് മയക്കുമരുന്ന്. അപ്പം ഫിലിം ഇൻഡസ്ട്രി ആയിരുന്നാലും
മറ്റു ഇൻഡസ്ട്രി ആയിരുന്നാലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്കിടയിൽ ഭയങ്കര ഒരു ദൂഷ്യം ചെയ്യുന്നുള്ളതാണ്. അവരെ ബ്രെയിനിൽ ഒരുപാട് ബാധിക്കും. പിന്നെ അക്രമശക്തത കൂടും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. നമ്മള് കൊട്ടാരക്കര വിഷയം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് ഇത് ഗവൺമെന്റ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ മാത്രമല്ല, നമ്മുടെ MBBS വിദ്യാർത്ഥിയുടെ ഇവിടെ ഒരു കുറച്ച് ദിവസമായിട്ടുള്ളൂ ഹോസ്റ്റലിൽ റെയ്ഡ് വരണ പോലീസ് വന്നപ്പോൾ അവിടെ നിന്നും കിട്ടിയാണ് അവരും ഉപയോഗിക്കുന്നതായിട്ട് അറിഞ്ഞു. മനസ്സിലായില്ല? അവർ അറസ്റ്റിലായിരുന്നു. അപ്പൊ എല്ലായിടത്തും ഉണ്ടെന്നുള്ള കാര്യം. ഡോക്ടർമാരുടെ ഇടയിലും ഈ പ്രശ്നമുണ്ട് ഇല്ലേ? അവരും ഇതിനെ കുറിച്ച് പറയുക, ഇതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ട് അവരും ഉപയോഗിക്കുന്നല്ലേ? മനസ്സിലായില്ലേ? ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഗ്ലാമർ മേഖലയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ സെലിബ്രിറ്റി നോക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ അവിടെ ചെറിയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇത് മറ്റേ പെട്ടെന്ന് സ്പ്രെഡായി പോകും. മറ്റു മേഖല വന്നാൽ ഒരു വർഷം 2 വരിയിലങ്ങ് ഒതുങ്ങും വാർത്ത. അത് വന്നാൽ കാര്യം ഒരു വർഷം എത്ര പറഞ്ഞു കൊടുക്കും? എത്ര കേസ് കൂടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഇല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരം കാസർഗോഡ് ഇപ്പൊ റിപ്പോർട്ട് വന്നപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയ്ക്ക് 150ഓളം കേസ് രജിസ്റ്റർ ചെയ്യുന്നവർ പോലീസ് കേസ്. മനസ്സിലായില്ലേ? ഇത് ബാംഗ്ലൂർ ഭാഗത്ത് എനിക്ക് ആ ഭാഗത്തൊക്കെ ആയിരിക്കും ഒരു വർഷം കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇത് നമുക്കിത് നിയന്ത്രിക്കണമെങ്കിൽ സർക്കാർ കടണം. പോലീസിന്റെ ഭാഗത്ത് നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മദ്യം പോലെ അല്ല മയക്കുമരുന്ന്. ക്രിമിനൽ, അതായത് ഒരു മദ്യപിച്ച ഒരു പക്ഷെ ചെറിയ തട്ടിക്കയറ്റം ഉണ്ടാകുമ്പോൾ ആ സമയം കഴിഞ്ഞ വിഷയമല്ല. മയക്കുമരുന്ന് അങ്ങനെയല്ല, കൈ നിൽക്കില്ല. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ പേരൊന്നും എനിക്ക് അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഈ ന്യൂസ് വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പേരെടുക്കും, ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടോ? മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പൊ പല സിനിമകൾ പോലും ഇപ്പം ഗ്ലോറിഫൈ ചെയ്തിട്ട് വരെ ഇറങ്ങാറുണ്ട് മദ്യത്തിനെയും മയക്കുമരുന്നിനെയും ഒക്കെ. അപ്പം അങ്ങനെയുള്ള സിനിമകളും ഒരുപക്ഷെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് മോശമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ഇല്ല, അതൊരു ക്രിയേറ്റിവിറ്റി, അത് ഞാനത് യോജിക്കുന്നില്ല. കാരണം നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട് ഇല്ലേ? ദൈവത്തെ തൊഴുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ വേറെ ചിന്തയുണ്ടോ? ഇല്ലല്ലോ. അവിടെ വസ്ത്രധാരണ എങ്ങനെയാണ്? ഇല്ലല്ലോ. നമ്മൾ അവിടെ പോകുന്ന എന്തിനാ? ഭക്തിയോടെ പോകുന്നു, തൊഴാൻ പോകുന്നു. ഓക്കെ, ഞാൻ ഒരു നിരീശ്വരവാദിയാണ്. ഓക്കെ, എന്താ ഞാൻ പറയാണ്, അമ്പലമായിരുന്നാലും ഏത് മതവിശ്വാസമായിരുന്നാലും അവിടെ ചെന്ന് നമ്മുടെ ചൈനീസിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേ വേറെ മതങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പലയിടത്തും സ്കൾപ്ചർ വന്നിട്ടുള്ളത് ഒരു പക്ഷേ സ്ത്രീകളെ ചിത്രീകരിച്ചിട്ടുള്ളതൊക്കെ വേറൊരു രീതിയിലായിരിക്കും. നമ്മൾ ഒരിക്കലും അവിടെ ചെന്നിട്ട് ഇതിങ്ങനെയാണ് അത് കണ്ടിട്ട് പുറത്തിറങ്ങിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടോ? നമ്മൾ കാണുന്നതിന്റെ ഒരു വിഷയം അല്ല. മനുഷ്യന് ഏറ്റവും കൂടുതൽ എന്താണ്? തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി മനുഷ്യന് കൂടുതലാണ്, വിവേകം കൂടുതലാണ് ഇല്ലേ? വിവേകം കൂടുതലായതുകൊണ്ട് മനുഷ്യൻ എന്താണ് സിനിമയെ കാണുന്നത്? ഒരു തമിഴ് സിനിമ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയൊക്കെ ഇട്ട് ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ അടിച്ച് പൊളിച്ചിട്ട് കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഒരു മേശയൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ട്. നമുക്ക് ഹോട്ടലിൽ നമ്മൾ അടിച്ച് പൊളിക്കാറുണ്ടോ? ഇല്ലല്ല, അല്ല കിട്ടും ഒരു പക്ഷേ. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് വിവേചന ബുദ്ധി കൂടുതലാണ്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് ആർക്കും ഇൻസ്പയർ ചെയ്യാൻ സാധ്യത ഇല്ല. പക്ഷെ ഇപ്പം നമ്മൾ ഈ ഒരു വാദഗതി പലപ്പോഴും കൊണ്ടുവരുമ്പം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വലിയ വലിയ എഴുത്തുകൾക്കൊക്കെ കാരണമായിട്ടുള്ളവര് ഇതുപോലെ ലഹരി ഉപയോഗിച്ചിട്ടാണ്, ലഹരി ഉണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി വരാറുള്ളൂ എന്നൊക്കെയുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്. ശരിക്കും അല്ല, പക്ഷെ അപ്പം അതിനെ വാദിച്ചുകൊണ്ടാണ് കുറെ ഉദാഹരണങ്ങൾ അവർ ചരിത്രത്തിൽ നിന്ന് എടുത്തിട്ടാണ് പറയുന്നത്. അപ്പൊ ശരിക്കും അത് സാധ്യമാണോ? ഒരു ക്രിയേറ്റിവിറ്റി വരാൻ മറ്റൊരു ലഹരി പദാർത്ഥത്തിന്റെ സഹായം ആവശ്യമാണ്? സരസ്വതി ദേവിയെ കണ്ടിട്ടുണ്ട് ചിത്രങ്ങളൊക്കെ. അത് വരച്ചാരോ? രാജാരവി. അതിന് സരസ്വതി ദേവി എങ്ങനെയായിരുന്നു രൂപം? അപ്പൊ അദ്ദേഹം എന്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടാണ്, എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടാണ് ആ ചിത്രം വരച്ചത്? ഇല്ലല്ലോ. അപ്പൊ ഒരു ക്രിയേറ്റിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ മയക്കുമരുന്ന് സ്വാധീനം എനിക്കറിയില്ല. കാര്യം ഞാൻ എഴുതുമ്പോൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല. ഇനി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വേറെ തലത്തിൽ എത്തിപ്പെടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇനി അഡിക്റ്റ് ആവാൻ വയ്യ, അതുകൊണ്ടാണ് ശ്രമം നടത്താൻ വയ്യ. അപ്പൊ ഇപ്പൊ നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, അതായത് സിനിമ കാണുമ്പോൾ നമ്മളത് സമൂഹത്തിലേക്ക് എത്തുന്നില്ല എന്നൊക്കെയുള്ളത്. അതേപോലെ എപ്പോഴും നിലനിൽക്കുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ രാഷ്ട്രീയ ശരികൾ എന്ന് പറഞ്ഞിട്ട് സിനിമയിലുള്ളത്. സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൊല ചെയ്യാൻ താല്പര്യം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതിനെപ്പറ്റി ഒരു സംവിധായകൻ, എഴുത്തുകാരൻ, അഭിനേതാവ് എന്നൊക്കെയുള്ള രീതിയിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിന്റെ ആൻസറിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് കണ്ടിട്ട് എന്ത് ഇൻസ്പയർ ആണ് ഉണ്ടാവാൻ പോകുന്നത്? എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് ആ ഒരു 2 മണിക്കൂർ എന്റർടൈൻ ആയിട്ട് സിനിമ കാണുക, വളരെ ആസ്വദിച്ച് കാണുക. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി 2 മണിക്കൂർ കൂടെ ഉണ്ടാവും ഇല്ലേ? ഇല്ലെങ്കിൽ നല്ല സിനിമ അത്രേ ഉണ്ടാവുള്ളൂ. അതിനപ്പുറം വേറെ വിഷയം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം.
അപ്പൊ നമ്മളിപ്പം സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു, എല്ലാം ചർച്ച ചെയ്തു. ഇനി നമുക്ക് സിനിമയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ പുതിയ പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞു, അതോടൊപ്പം തന്നെ അഭിനയിച്ച 1-2 സിനിമകൾ ഉണ്ടെന്ന് സാർ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ സിനിമകൾ എങ്ങനെയായിരുന്നു അഭിനയം എന്നുള്ളത് ഡയറക്ടർ സൈഡിൽ നിന്ന് മാറി ഒരു അഭിനേതാവുമ്പോൾ മറ്റൊരാൾ എന്നെ ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ എങ്ങനെയാണ് ആ മാറ്റം? അതൊരു മാറ്റമാണ് ശരിക്കും. കാരണം അറിയാവോ, സംവിധാനം ചെയ്യുന്നത് നമ്മളെ കൺട്രോളിലാണ് ഇല്ലേ, കൺട്രോളിലാണ്. പിന്നെ അതിനപ്പുറം ടെൻഷൻ ഉണ്ടാവും ഇല്ല. ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് തുടങ്ങി അത് തീർക്കുക, റിലീസ് ചെയ്യുക, പോസ്റ്റർ, തിയേറ്റർ വരിക, അതൊക്കെ ഒരു വല്ലാത്തൊരു പ്രോസസ്സാണ് അത് നടക്കുന്നത് ഇല്ലേ. ഇത് പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് വർഷങ്ങളോ ചിലപ്പോൾ കൊണ്ട് നടക്കേണ്ടി വരും, പ്രൊഡ്യൂസറെ കാണേണ്ടി വരും. ഇതൊക്കെ വന്നിട്ട് ഒരു കുഞ്ഞു ജനിക്കുന്ന പ്രതിനിധിയാവും സിനിമ റിലീസ് ചെയ്യുമ്പോൾ. പക്ഷെ അഭിനയിക്കുമ്പോൾ ഒരു എത്ര ദിവസം എന്നുള്ളത് നോക്കിയിട്ട് എത്ര ദിവസം, അപ്പം ഒരു 10 ദിവസം 5 ദിവസം ആയിരുന്നാലും ഒരു 15 ദിവസം ആയിരുന്നാലും ചെന്ന് അഭിനയിക്കുക. അപ്പൊ സംവിധാനം പറയുക അഭിനയിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ എന്റെ അഭിനയം അത്ര മെച്ചപ്പെടുത്താം, പിന്നെ ടെൻഷൻ ഇല്ല. ക്യാമറയ്ക്ക് അത് സംവിധാനം പറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പോ ടെൻഷൻ വരുന്നില്ല. മറ്റേത് അങ്ങനെയല്ല, ഓരോ ദിവസവും ടെൻഷനാണ്. രാവിലെ തുടങ്ങുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നടക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു കൃത്യമായിട്ടുള്ള ആർട്ട് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് വന്നില്ല, ഇതൊക്കെ വരുന്ന സമയത്ത് ആ ലൊക്കേഷനിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അതൊക്കെ ടെൻഷനാണ്. അഭിനയിക്കുമ്പോഴൊന്നുമില്ല, അതൊക്കെ അവർ മാനേജ് ചെയ്തോളും. നമുക്ക് നമ്മുടെ ഭാഗം ഏറ്റവും സുഖം അഭിനയമാണ്. അഭിനയം ആണെന്നേ പറഞ്ഞുള്ളൂ ഞാൻ. പക്ഷെ അതിന്റെയും തലങ്ങളിൽ പോകുമ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുള്ള ഉണ്ട്. ഞാനൊന്ന് കമ്പയർ ചെയ്തപ്പോ ഒരു തമാശകൾ പറഞ്ഞതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമ്മളിപ്പം അഭിനയത്തിനെ കുറിച്ച് പറഞ്ഞു, സംവിധാനത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നിർമ്മാണ മേഖല, ഇപ്പൊ 2-3 സിനിമകളുടെ നിർമ്മാണം അല്ലെങ്കിൽ നിർമ്മാതാവായിട്ടുണ്ട്. ഇനിയുള്ള സംരംഭങ്ങൾ എന്താണ്? ഇപ്പം 2 സിനിമ ഞാൻ നിർമ്മിച്ചു എന്റെ ബാനറിൽ, അർണോദ്യം ക്രിയേഷൻസ്. പുതിയ ഇപ്പം അടുത്ത റിലീസ് ആകുമ്പോൾ പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന പടം, ജോണി ആന്റണി സാറ് പ്രധാന കഥാപാത്രം എത്തുന്ന, ജാഫർ ഇടുക്കി, നാജിത്താഫ്, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, സുധീഷ്, നിർമ്മൽ പാലാഴി, അങ്ങനെ ഒരുപാടുള്ള ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവാൻ എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് പ്രൊഡ്യൂസറിന്റെ സുഹൃത്താണ്, ഗുഡ് ഡേ ഫിലിംസിന്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവർക്ക് കോപ്പറേഷന്റെ ആവശ്യമില്ല. അപ്പം എന്റെ ശ്രീലാലിന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ. ശ്രീലാൽ സാറ് സുഹൃത്തായതുകൊണ്ട് ഞാൻ ഒന്ന് കൈവച്ചു, അതിന്റെ കൂടെ ഒന്ന് കൂടിയെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമയാണ്, എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന, നല്ലൊരു പുതുമയുള്ള, നല്ലൊരു ഹ്യൂമർ, ഒരുപാട് വർക്ക് ഉണ്ട്. ഈ ടീം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. നല്ലൊരു സിനിമയായിരിക്കും ഇത്. അപ്പൊ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞെല്ലാം ഭാഗ്യമാണ്. പിന്നെ പറഞ്ഞാൽ അടുത്തൊരു പ്രോജക്റ്റ് ഉണ്ട്, ഇപ്പൊ തുടങ്ങാൻ പോകുന്ന പ്രോജക്റ്റിലും ഞാൻ തന്നെയാണ് നിർമ്മാണ മേഖല കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞു, അതായത് ഇപ്പൊ 2-3 സിനിമകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിലെല്ലാം ഒരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കുറെ പുതുമുഖ താരങ്ങളുണ്ട്, പിന്നെ ചേട്ടൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് കാര്യം ഇപ്പം വലിയ വലിയ ആക്ടേഴ്സിനെ അങ്ങോട്ട് സമീപിക്കാത്ത എന്തുകൊണ്ടാണ്? അതോ ഇപ്പം പോയിട്ടുണ്ടോ, അതോ അവര് അങ്ങനെ വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്തയാണോ? എന്തുകൊണ്ടാണ് അതിന്റെ ഒരു കാരണം? ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്തൊരു പ്രോജക്റ്റ് തന്നെയല്ലേ എന്റെ, അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. ഇത്തിരി ആർട്ടിസ്റ്റുള്ള പ്രോജക്റ്റ് ആണ്, കുറച്ച് കുഴപ്പമില്ലാത്തൊരു പ്രോജക്റ്റ് ആണ് ബഡ്ജറ്റുള്ള. അത് ഈ ഗുഡ് ഡേ ഫിലിംസാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ എന്റെ കഴിഞ്ഞ പടങ്ങളിലൊക്കെ ഞാൻ ശരിക്കും എന്റെ കഥാപാത്രം ഞാൻ നോക്കുന്ന, എന്റെ സിനിമയ്ക്ക്, എന്റെ സിനിമ കണ്ട ഒരു വിഷയം മനസ്സിലാവും. ഞാൻ അങ്ങനത്തെ കഥാപാത്രം, എന്റെ സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം മറ്റേ ആർട്ടിസ്റ്റ് നല്ല നോക്കിയിട്ടില്ല. കാര്യം ഇത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ആർട്ടിസ്റ്റുകളെ ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. രണ്ടാമത് ഞാൻ പലപ്പോഴും മലപ്പാവൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാം, ഒരു പക്ഷേ ആ ഓരോ കഥാപാത്രം അത്രയും ആ ഒരു ലുക്ക് കഥാപാത്രത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഞാൻ നോക്കിയിട്ട് ആ സിനിമയിൽ ഞാൻ കൊണ്ടുവന്നു. പക്ഷെ അവര് പുതിയ ആൾക്കാണെങ്കിലും ഒരുപാട് അതില് നായികയായിട്ടൊക്കെ ചെയ്യുന്ന ശരിക്കും ഒരു കുത്തുകുട്ടിയുണ്ട്. അല്ലാതെ കുട്ടി അമ്മയൊക്കെ വരുന്നത് പ്രൊഫഷണൽ നാടക ആർട്ടിസ്റ്റ് അവരൊക്കെ, മനസ്സിലായില്ല. അവർ പുതിയ ആൾക്കെന്ന് പറയാൻ പറ്റില്ല. അവര് സിനിമയുടെ ഒരുപാട് അതിന്റെ ഷാജി ബന്ധുച്ചേട്ടനായിരുന്നാലും അല്ലെങ്കിൽ ഒരുപാട് എല്ലാ സിനിമയുടെ പുറകിലുള്ളവർ തന്നെയാണ്, അല്ലെങ്കിൽ പല പല സ്റ്റേജുകൾ പെർഫോം ചെയ്തവർ തന്നെയാണ്, മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ അങ്ങനത്തെ കഥാപാത്രം ഞാൻ ക്യാരക്ടർ ചെയ്തു. അപ്പോ കഴിഞ്ഞ സാർ പുതിയല്ല, 93 ആയിട്ടൊന്ന് ത്രൂട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ സാറെല്ലാം നിരഞ്ജന. അപ്പൊ ഓരോ കഥാപാത്രങ്ങളും ഞാൻ അങ്ങനെ പുതുമുഖം എന്ന് പറഞ്ഞാല് വലിയ സ്റ്റാർഡം എന്ന രീതിയിൽ സ്റ്റാർ വേലയോടെ ഞാൻ പോയിട്ടില്ലെങ്കിലും എന്റെ കഥാപാത്രം ഏതാണോ ഞാൻ അവർ പോയി സമീപിക്കും. പിന്നെ എന്റെ മനസ്സിൽ എന്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതനുസരിച്ചിട്ട് ഞാൻ മൂവ് ചെയ്യും. പിന്നെ വേറൊരു ആൻസർ അങ്ങോട്ട് എടുത്തു ചോദിച്ചിട്ടില്ല, എന്നിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാൻ, ഒരു വർഷം എത്ര സിനിമ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അറിയാമോ?
ഏകദേശം നമുക്ക് ഒരു 150ഓളം സിനിമകൾ എന്നാണ് എന്റെ ഒരു ഏകദേശം കണക്ക്. ഇല്ല, രജിസ്റ്റർ ചെയ്യുന്ന 250 സിനിമകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ. മനസ്സിലെ പക്ഷെ മറ്റേ 150-160 സിനിമ ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട്, സെൻസർ കഴിയുന്നുണ്ട്. അതിൽ എത്ര സിനിമ സാമ്പത്തികമായിട്ട് വിജയിക്കുന്നുണ്ട്? വളരെ തുച്ഛമായിട്ടുള്ള ഒരു നമ്പർ അതിലധികം എന്തായാലും 20 സിനിമ വലിയ തട്ടില്ലാകും. ചിലപ്പോ 4-5 സിനിമ മാത്രമേ എന്തെങ്കിലും കളക്ട് ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു ചെറിയ തമാശ രൂപ പറയാം. ഒരു 5 കോടി ബഡ്ജറ്റ് ഞാൻ പടം ചെയ്തു. അപ്പൊ ഇതിൽ കളക്ട് ചെയ്ത പോലെ 5 കോടി പോകുന്ന കൊള്ളാമോ, ഒരു 1 കോടിക്ക് പടം ചെയ്തിട്ട് 1 കോടി നഷ്ടപ്പെടുന്നെല്ലാം പറഞ്ഞത്. എന്തെന്നാലും നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കുക ഒന്നാമത്തെ കാര്യം. നമ്മൾ ചെലവ് ചുരുക്കുക, പരമാവധി ചെലവ് ചുരുക്കി സിനിമ ചെയ്യുക. സിനിമയുടെ നല്ല ശതമാനവും ഞാൻ ആർട്ടിസ്റ്റിന്റെ പേയ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, അധികം ചെലവാകുന്നത് ഇല്ലേ. നമ്മൾ പ്രധാന ആർട്ടിസ്റ്റിനെ വിളിക്കുന്നത് അതിന്റെ സ്റ്റാർ വാല്യൂ, അല്ലെങ്കിൽ അവർക്കൊണ്ട് സാറ്റലൈറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അതിനെക്കൊണ്ട് നമുക്ക് ബിസിനസ് അടക്കും ഇല്ല. അപ്പൊ അതിന് താഴോട്ട് വരുമ്പോൾ ബിസിനസ് കുറവാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സിനിമ നഷ്ടത്തിൽ നിന്ന് ഒരു പരിധി വരെയൊക്കെ മുന്നോട്ട് സാധിക്കും അല്ലേ. ഒരു ലൊക്കേഷനിൽ ഇപ്പൊ എത്ര ക്യാരവാനാണ് ഇല്ലേ? മുമ്പ് അങ്ങനെയായിരുന്നോ? ഇല്ല. സിനിമയുടെ അധികം ഇപ്പം ഡിസ്കഷൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് ചെലവാണ് ഇല്ലേ. റൂം എടുക്കുന്നു, മറ്റാണ് അവിടെ യാത്ര ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ പോലെ തുടങ്ങിയാണ്. അപ്പൊ ഏകദേശം അപ്പൊ തന്നെ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് തുടങ്ങുന്ന പടത്തിൽ ഇപ്പോഴേ ചിലവ് തുടങ്ങി എത്ര കാലാവും? 6 മാസം എത്ര കഴിഞ്ഞു പോകും ഇല്ലേ. അപ്പൊ അതൊക്കെ ചിലവ് ചുരുക്കി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മളുടെ സിനിമയിൽ കുറച്ചും കൂടെ വലിയ തട്ട് കിട്ടാതെ പോകാൻ പറ്റും. അതുപോലെ നമുക്ക് വേറെ വലിയ വിഷയം തിയേറ്റർ വളരെ കുറവാണ്. ഇപ്പം തിയേറ്റർ ഒരുപാട് അടച്ചു, കോർഡിനേഷൻ ഒരു തിയേറ്റർ അടച്ചു. നമ്മൾ മറ്റേ തമിഴ് സിനിമ, തെലുങ്ക് സിനിമയൊക്കെ നോക്കിയിട്ട് അവിടെ ഇത്രയും കളക്ട്, ഇത്രയും ബഡ്ജറ്റ്, ഇവിടെ കുറച്ച് തിയേറ്ററിലേ ഉള്ളൂ പറഞ്ഞത്. അപ്പൊ ഈ തിയേറ്ററിനനുസരിച്ച് ബഡ്ജറ്റ് പടം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലിയ നഷ്ടം വരില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ചേട്ടാ ഇപ്പൊ നമ്മള് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ എനിക്കിപ്പോ പെട്ടെന്ന് മനസ്സിലൊരു ഓർമ്മ വന്ന ഒരു കാര്യമാണ്, ഇപ്പം അടുത്തിടെ 2-3 പ്രസ്താവനകൾ ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് ഈ ലഹരി മരുന്ന് കാര്യങ്ങളൊക്കെ. അപ്പം ഒരു വിഭാഗം പേര് പറയാണ്, അതായത് എന്റെ മകനെ വിടില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഈ സിനിമക്കകത്തുള്ള ഒരു വിഭാഗം തന്നെ അവർക്ക് താല്പര്യമില്ല, കാര്യം ഇത്തരത്തിലുള്ള ലഹരി വിഷയങ്ങളുണ്ട്. മറ്റൊരു വിഭാഗം പറയാണ് ഇങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് പറയാണ്. വേറെ ചിലർ പറയാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് ആ ഒരു വിഷയത്തിലേക്ക് വേണ്ടി പോവാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ സേഫാണ്. ഇതിൽ ഏത് പക്ഷക്കാരനാണ് ചേട്ടാ? ഞാൻ ഒരു പക്ഷക്കാരനും അല്ല. അല്ല 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 ഇതില് ഞാൻ ആ ന്യൂസ് കേട്ടായിരുന്നു. അതുപോലെ വ്യക്തമായ താല്പര്യമാണ്, മനസ്സിലായില്ലേ. ഇപ്പൊ ഞാൻ ഇവിടെ പലർക്കും സ്പേസ് കിട്ടാത്തൊരു മേഖല സിനിമ എന്ന് പറയുന്നത് ഇല്ലേ. അവിടെ പുതുതായിട്ട് വരുന്ന ആൾക്ക് കിട്ടിയ അവസരം പോലും ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭാഗ്യദോഷം എന്നേ ഞാൻ പറയത്തുള്ളൂ ഇല്ലേ. ഇപ്പൊ 1000 പേരുണ്ട്, പഴയതുപോലെ അല്ല. മുമ്പ് ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് സിനിമയിൽ വരാൻ പറ്റില്ലായിരുന്നു, എനിക്ക് സ്ട്രഗിൾ ആയിരുന്നു. ഇപ്പൊ പെൺകുട്ടികൾക്ക് വരുന്ന ഒരുപാട്. എന്നാൽ പോലും ഞാൻ എന്റെ ഓഡിഷൻ നടത്തുമ്പോൾ, എന്റെ പടത്തിന് നടത്തുമ്പോൾ ഒരു 100, 10, 200, 500 പേര് വരുന്നുണ്ട് ഇപ്പൊ വരുന്നുണ്ട് ഇപ്പൊ. അപ്പൊ അതില് പെൺകുട്ടികൾ ഞാൻ ഒരു വളരെ മുൻപ് ഒരു 10-15 വർഷം മുൻപ് ഞാൻ അസിസ്റ്റന്റ് നിൽക്കുന്ന സമയത്ത് ഒരു 5-10 പെൺകുട്ടികൾ വന്നാൽ ആയി. ഇപ്പൊ ആ സ്ഥാനത്ത് ഇപ്പം ഒരു 30-40-50 പെൺകുട്ടികൾ വരുന്നത്. മൊബൈൽ ഫോണും ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും അപ്പം ഒരുപാട് സാധ്യത മേഖലയുണ്ട്. അല്ല, അതിന് സാധ്യത എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ ഒരു നെഗറ്റീവ് വശം ഞാൻ പറഞ്ഞുതരാം. കാരണം നിങ്ങൾ ഒരു ടിക്ടോക്കൊക്കെ ചെയ്യും, സംഭവമൊക്കെ ചെയ്യും, അത് അനുകരണമാണ് ശരിക്കും പറഞ്ഞുതരാം. പക്ഷെ ഒരിക്കലും ഇത് ക്യാമറയ്ക്ക് മുമ്പ് ചെയ്യാം, നമ്മൾ ഒരു അഭിനയം എന്ന് പറയുമ്പോൾ ഈ സാധനം പറ്റില്ല. നമ്മുടേതായ ഒരു രീതിയിൽ ഇല്ല, ഒന്ന് ഭയമായിരിക്കാം, അല്ലെങ്കിൽ അത് ആ പെർഫോമൻസോടെ കാഴ്ചവെക്കാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ. ഇപ്പം ഒരുപാട് പെൺകുട്ടി പറഞ്ഞാൽ ഒരു കലത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ശരിക്കും സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയായിരുന്നാലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊഴിഞ്ഞു ഇല്ലേ. സ്ട്രഗിൾ ചെയ്ത് വരണം. ഇപ്പം പല ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുമ്പോ എന്താ വിഷയം, ഞാൻ എന്തോ വലിയ സംഭവം തോന്നും ഇല്ല. ഇവിടെ എന്ത് സംഭവമാണ്, ഞാൻ ഇല്ലെങ്കിൽ സിനിമ നടക്കില്ല. സിനിമ ആരാണ് ഇവിടെ ഉണ്ടാവും. എനിക്ക് മനസ്സിലാവില്ല, മനസ്സിലായില്ലേ. ശരിക്കും പറഞ്ഞാല് സിനിമയുടെ മറ്റു വശങ്ങളിൽ വർക്ക് ചെയ്തിട്ട് വരണം, അപ്പൊ സിനിമ എന്താ മനസ്സിലാവും. അല്ലെങ്കിൽ സിനിമയ്ക്ക് അവർ ബുദ്ധിമുട്ട് എന്താ മനസ്സിലാവും, പഠിച്ചിട്ട് വരണം. ഇതൊരു സുപ്രഭാതത്തിൽ പൊട്ടി വിടർന്നിട്ട് ഒരു ചെറിയ ചെയ്യാൻ പറ്റിയ പോലെയാണ്. ഒരു മഴ പെയ്യുമ്പോ അങ്ങനെ പെട്ടിവിടെ ഞാൻ എന്തോ വലിയ സംഭവം പറഞ്ഞു നടക്കും. അവരുടെ കാട്ടത്തിൽ വീഴും, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോ ചെയ്യാൻ പറ്റാൻ താഴെ വീഴും. അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ. സിനിമ മനസ്സിലാക്കി സിനിമയിൽ അത്രയും കഠിനാധ്വാനം പിന്നെ പ്രോസസ് വരുമ്പോൾ എന്താണ് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ താര ജാടയൊന്നും കാണിക്കില്ല. വളരെ സിമ്പിൾ ആയിട്ട് കാര്യം. ലൈറ്റ് ബോയ് ആയിരുന്നാലും പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തായിരുന്നാലും
എല്ലാവർക്കും ബുദ്ധിമുട്ടിയാണ്. കാര്യം എല്ലാവരും സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് നിൽക്കുന്നത് ഇല്ലേ? കാര്യം മറ്റുമേരെ സംബന്ധിച്ച് രാവിലെ 6 മണി ഷൂട്ടർ അല്ലെങ്കിൽ 7 മണി ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ 10ഉം 12ഉം രാത്രി 10ഉം 12 മണി വരെ പോകും. അപ്പം ശരിക്കും അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ അവസ്ഥ വളരെ കഷ്ടമാണ് എനിക്ക് തോന്നുന്നു. കാരണം രാവിലെ 4:45 ഒന്ന് ബെല്ലടിക്കും, 5 മണിക്ക് എഴുന്നേറ്റിട്ട് 6 മണിയാകുമ്പോൾ റെഡിയായി നിൽക്കണം. ഇതിൽ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് റെഡിയായി നിൽക്കണം. രാത്രി കിടക്കുന്നത് എത്ര? ഷൂട്ട് 10 മണിക്ക് കഴിയുമല്ലോ, 9 മണിക്ക് 10 മണിക്ക് കഴിയുമെങ്കിൽ അവരിറങ്ങുന്നത് 12 മണിയാവും. ഫുൾ ഡേ നിന്ന് ഓടേണ് നടന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ അവരെ പേയ്മെന്റ് ഒക്കെ എനിക്ക് തോന്നുന്നു വളരെ ദുഃഖം തോന്നുന്നു. കാരണം അറിയോ, ചിലപ്പോൾ എല്ലാവരും പാഷൻ കൊണ്ടാണ് വരുന്നത്. കാര്യം നിസ്സാര പൈസ വർക്ക് ചെയ്യുന്നത്. ഈ ജോലി വേറെ പുറത്ത് ജോലി ചെയ്തെങ്കിൽ നല്ല ഗുണം ഉണ്ടാക്കാം ഇല്ലേ? അതും പലപ്പോഴും വലിയ ഗ്രാജുവേറ്റ്സ് ഒക്കെ ആയിരിക്കും വരുന്നത്, ബിടെക് ഒക്കെ പഠിച്ച് MBA ഒക്കെ പഠിച്ചവരായിരിക്കും വരുന്നത്. അത് അത്ര പാഷൻ ഉള്ളതുകൊണ്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ പാഷനാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ ഈ പെട്ടെന്ന് പറഞ്ഞ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അവർ 2 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്, അവർ 8 മണിക്ക് ഇപ്പം പറഞ്ഞ പോലെ 7 മണിക്ക് വരാൻ പറഞ്ഞാൽ അതൊരു 9 മണി പറഞ്ഞു 10 മണിക്ക് കയറി വരണം. മനസ്സിലായില്ലേ? അപ്പം എല്ലാ മേഖലയും കലാമേഖല എല്ലാ മേഖല ആയിരുന്നാലും ആത്മാർത്ഥതയുള്ളവർ കൃത്യസമയം പാലിക്കും. നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ മദ്യപിച്ചോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്തോ നല്ല വിഷയമല്ല. ഒരു പ്രൊഡ്യൂസർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക, ഒരു സംവിധായകന് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. നിങ്ങൾ 2 മണിക്കൂർ ലേറ്റായി വന്നു കഴിഞ്ഞാൽ സിനിമയ്ക്ക് എത്രമാത്രം നഷ്ടം ഉണ്ടാവും അറിയാവോ? ഒരു കോമ്പിനേഷൻ സീനായിരിക്കും. ആ മറ്റേ വരുന്ന കൂടുതൽ ആർട്ടിസ്റ്റ് ചിലപ്പോൾ ഒരു ദിവസത്തേക്കായിരിക്കും വരുന്നത്. പിന്നെ അദ്ദേഹം കിട്ടണോ ചിലപ്പോൾ ഇനി 1 മാസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. അപ്പം അത്രയും ബുദ്ധിമുട്ടുള്ള മേഖല സിനിമ അല്ലെങ്കിൽ അത്രയും ഒഴിവാക്കാതിരിക്കുക. സീനിയർ ആർട്ടിസ്റ്റ് സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല, അവർ കൃത്യം ഇഷ്ടപാലിക്കുന്നുണ്ട്. പുതിയ എല്ലാ കാര്യമല്ല പറയുന്നത്, ഞാൻ കുറച്ച് പേരെ പേരെ ഞാൻ പറയുന്നില്ല. അപ്പം പക്ഷെ അത് സിനിമ ഒഴിവാക്കണം. അവരെ വിലക്കേണ്ട വിഷയമൊന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ളവർ വിലക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ മദ്യപാനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പുകവലിച്ചെന്ന് അല്ലെങ്കിൽ മയക്കുമരുന്ന് അത് വിലക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യനിഷ്ഠ പാലിക്കാത്തവരെ സിനിമയിൽ മാറ്റി നിർത്തണം. കാര്യം അത് നിർമ്മാതാക്കൾ മാറ്റി നിർത്തണം, സംവിധായകർ മാറ്റി നിർത്തണം. കാര്യം അത് സിനിമയ്ക്ക് നിങ്ങൾക്ക് അതിന് ദോഷം ചെയ്യും. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് പറഞ്ഞ രാവിലെ 6 മണി ഷൂട്ടർ 8 മണിക്ക് 10 മണിക്ക് ഞാൻ ദിവസം ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ കൂടുതൽ ആർട്ടിസ്റ്റോട് വെറുതെ എന്നിട്ട് എന്ത് ചെയ്യാൻ? മനസ്സിലായില്ലേ? അപ്പൊ അതല്ലേ 8 മണിക്ക് വരുന്നത് 8 മണിക്ക് വരും എന്ന് പറയാം. അപ്പം അതിനനുസരിച്ച് ചാർട്ട് ചെയ്യും. ഇപ്പൊ 8 മണിക്ക് അനുസരിച്ച് വർക്ക് ചെയ്യും. അതാണ് ഇപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ അല്ല, അപ്പൊ അതിന്റെ ഇടയിൽ ഒരു സംശയം ചോദിച്ചോട്ടെ? ചേട്ടൻ പറഞ്ഞല്ലോ താരജാടകളെ പറ്റിയൊക്കെ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? വലിയ വലിയ താരങ്ങളായാലും അല്ലെങ്കിൽ കുഞ്ഞു താരങ്ങളായാലും ചേട്ടനോട് അങ്ങനെ ആരെങ്കിലും പെരുമാറി? ഞാൻ ഇതുവരെ താരജാടയുടെ അടുത്ത് പോയിട്ടില്ല. അങ്ങനെയല്ല, ഞാൻ കണ്ട് സംസാരിച്ച അങ്ങനെയല്ല പറയുന്നത്. ഞാൻ താരജാട സിനിമയിൽ അഭിനയിക്കാൻ എന്റെ അടുത്ത് അങ്ങനെ ആരും പെരുമാറിയിട്ടില്ല, ജാടയായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും വർഷമായി വന്നിട്ട് കണ്ട ചെറുപ്പമാണെങ്കിലും ചെറുപ്പമാണെങ്കിൽ ഇപ്പം വളരെ ചെറുപ്പമാണ്. എന്നിരുന്നാൽ പോലും ഞാൻ ചാനലിൽ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. പിന്നെ ജാട എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞ പൊട്ടി വിടരുന്ന അത്ര മാത്രമേ ജാട ഞാൻ കാണുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ബാധിക്കുന്ന വിഷയമേ അല്ല, ഞാൻ പോകാറുമില്ല. എനിക്ക് ആവശ്യമില്ല. ഞാൻ എന്തൊരു മേഖലയുണ്ട് സിനിമയെല്ലാം പറഞ്ഞാൽ ഏതെങ്കിലും മേഖലയിൽ ഞാൻ എപ്പോഴും ഉണ്ടാവും. ഞാനിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആളാണ്. ഇപ്പൊ ഞാനൊരു ഇപ്പം ഡൽഹിയിൽ ഞാൻ ഫൈൻ ആർട്സിന്റെ ഇപ്പൊ ഡൽഹിയല്ല UP-ലാണ്, സ്റ്റേറ്റ് ഡൽഹിയിലാണ്. PhD ഞാൻ ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്തു ഫൈൻ ആർട്സ്. ഞാൻ PG ചെയ്ത ആളാണ്. അപ്പോഴും ഞാൻ അതും ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ഞാൻ എന്റെ ഒരേ സമയം ഇതിലും പലരും സമയം കിട്ടുന്നില്ല എന്ന് പറയും. 24 മണിക്കൂർ നിങ്ങൾക്ക് 24 മണിക്കൂർ, എനിക്ക് 24 മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എല്ലാം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സക്സസ് ആവും. അതെ. അപ്പൊ ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, പല ചേരികളുണ്ട്. ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ സിനിമയിലെ പല ചേരികളായിട്ട്? അല്ലെങ്കിൽ ഗ്രൂപ്പിസം, ചിലരെ മനഃപൂർവ്വം തഴയുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ സിനിമയിൽ ശരിക്കും ഉണ്ടോ? കാര്യം ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ്. ഇതിന്റെ അമരക്കാരൻ മെമ്പർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉണ്ടെന്ന് ഒരു ഉറപ്പ് പറയാൻ പറ്റും? എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ പരിഹാരം പെരുമാറിയിട്ടുമില്ല. ഞാൻ അങ്ങനെ ഒരു ചേരിയിലും ഇല്ല. ഞാൻ എന്റെ വർക്ക് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ പോകുന്നു. ഞാൻ മറ്റു വശങ്ങളും ചെയ്ത് കൊടുക്കാറേ ഇല്ല. നമ്മുടെ കാര്യം എന്റെ കാര്യം അത്രേ ഉള്ളൂ. അതല്ലേ നല്ലത്. തലയിടാൻ പോണെന്തിനാ? എന്റെ അടുത്ത് ആരും പ്രശ്നമായിട്ട് വന്നിട്ടില്ല, നമ്മള് പ്രശ്നമായിട്ട് പോകത്തില്ല. ഓക്കെ. അപ്പൊ ചേട്ടാ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, ഏകദേശം 150 250 സിനിമ രജിസ്റ്റർ ചെയ്യുന്നു, അതിൽ 150 ഇറങ്ങുന്നുള്ളൂ. ഇതില് കൊമേഴ്സ്യലി സക്സസ് ആവുന്നത് ആ ഒരു 10-15 സിനിമകൾ മാത്രമായിരിക്കും ഒരു വർഷം തന്നെ. പക്ഷെ ഇത് പലപ്പോഴും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല ഭാഗത്ത് കുറ്റം നമ്മൾ ചാർത്താറുണ്ട്. ചിലപ്പം അഭിനേതാക്കളാണ് പ്രശ്നം എന്ന് പറയാറുണ്ട്.
ചിലർ പറയുന്നു പ്രൊഡ്യൂസേഴ്സ് ആണ് ബഡ്ജറ്റ് തരുന്നില്ല, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ചിലർ സാങ്കേതികമായ വശങ്ങളെ പറ്റി പറയും. ചിലര് ഏറ്റവും പുതുതായി പറയുന്നതാണ് റിവ്യൂകളെ പറ്റി. ഇപ്പം പ്രശസ്തനായ ഒരു വ്യക്തി തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് പെയ്ഡ് റിവ്യൂകൾ വരെ ഇറക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ശരിക്കും ഇത് ആരുടെ ഭാഗത്താണ് നമ്മൾ പഴിചാരേണ്ടത്? ഒരു സിനിമ സക്സസ് ആവാതെ വരുമ്പോ ആരുടെ ഭാഗത്താണ് പ്രശ്നം? ആരുടെ ഭാഗത്ത് പഴിചാരിയാലും നഷ്ടം നിർമ്മാതാവിനാണ് ഇല്ലേ? അതെ, പിന്നെ പഴിചാരൽ എന്തിരിക്കുന്നു ഇതില്. നെഗറ്റീവ് റിവ്യൂ ഒരുപാട് വരുന്നുണ്ട്. നെഗറ്റീവ് റിവ്യൂ വെച്ചാൽ പറഞ്ഞ പോലെ പെയ്ഡ് റിവ്യൂ അല്ലേ? പെയ്ഡ് റിവ്യൂ അത് കൊട്ടേഷൻ ആയിരിക്കും ഒരു പക്ഷെ, എനിക്ക് തോന്നുന്നു കേട്ടോ. സംഭവം ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയാവുന്നത്. അത് ഞാൻ തള്ളുന്നില്ല ആ സംഭവം. അത് സിനിമയെ സാരമായി ബാധിക്കും ഇല്ലേ? അത് ഏത് വശത്തുനിന്ന് എനിക്കറിയില്ല, ഞാനും ഇത് കേട്ടിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ള സംഭവം ഇത്. അത് ഒരുപക്ഷെ വേറെ ചില സിനിമകള് നെഗറ്റീവ് കമന്റ്സ് വന്നാൽ പോലും ഹിറ്റ് ആവാറുണ്ട്, ഹിറ്റ് ആവുന്ന സിനിമകളും ഉണ്ട്. പക്ഷെ അതില് എത്രത്തോളം സക്സസ് ആവുന്നുള്ളത് ഓഡിയൻസാണ് തീരുമാനിക്കേണ്ടത്, എത്രത്തോളം മുന്നോട്ട് പോകുന്നു. പക്ഷെ എന്നാലും ഇപ്പം ഒരു സിനിമ ഇപ്പം നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങൾ, വാട്സപ്പും ഇൻസ്റ്റഗ്രാമും അല്ലാണ്ട് തന്നെ ഇതുപോലെ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുന്ന, റേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞു തട്ടിപ്പാണോ? സംശയമുണ്ടോ? ഇപ്പൊ ഞാൻ വേറെ സിനിമ ഞാൻ ഇത്ര 3 സ്റ്റാർ 4 സ്റ്റാർ കിടക്കുന്നുണ്ട്, റേറ്റിംഗ് ഇങ്ങനെ കിടപ്പുണ്ട്. സിനിമ 2 ദിവസമാണ്. നല്ല സിനിമയായിരുന്നു അത്. സിനിമ ഞാൻ കണ്ട സിനിമ നല്ല സിനിമയായിരുന്നു, പക്ഷെ ഓഡിയൻസ് ഇല്ല. പക്ഷെ റേറ്റിംഗ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂസ് വരുമ്പോ ആ സിനിമ കാണാനും ആരും ചിലപ്പോ പോകാറില്ല, സാധ്യതയുണ്ട്. അപ്പം അത് മനഃപൂർവ്വം മറ്റൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എതിരെ കൊടുക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചുള്ള ഒരു കൊട്ടേഷൻ തന്നെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ചേട്ടൻ? ഒരു പ്രശ്നമില്ല. ഇപ്പൊ ചേട്ടന്റെ സിനിമ എടുത്തു കഴിഞ്ഞാൽ മരപ്പാവ, അതിന് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിൽ ഓടിയ ഒരു ചിത്രം കൂടിയാണ്, അത്യാവശ്യം പ്രേക്ഷകർ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. അപ്പം അതിനെതിരെ ഇങ്ങനെയുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? കാര്യം വളർന്നു വരുന്നവരെയും നമ്മള് തോന്നുന്നില്ല. അതൊരു ഫെസ്റ്റിവലൊക്കെ പങ്കെടുത്ത സിനിമയാണ്, ഒരു അവാർഡ്സ് കിട്ടിയ സിനിമയാണ്. ഇല്ല, എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. തിരിച്ചു കൊട്ടേഷൻ കൊടുക്കും, ഇങ്ങോട്ടിട്ട് അങ്ങോട്ട് കൊടുത്തൂടെ? ഞാൻ കൊടുക്കുന്ന ആളാ. തിരിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ആർട്ട് സിനിമ കാര്യങ്ങൾ. നമ്മൾ ഈ സിനിമേനെ 2ആയിട്ട് തരംതിരിക്കുകയാണ്. ആർട്ട് സിനിമ അത് നമ്മള് ഈ ഫിലിം ഫെസ്റ്റ് ഒക്കെ പോയി വരുമ്പോ കണ്ടാൽ മതി, അത് തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യമില്ല, നമ്മളങ്ങനെ അലിഖിതമായിട്ട് അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സിനിമകളാണ്. അതേപോലെ കൊമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ അതിൽ എന്ത് കാണിച്ചാലും പ്രശ്നമില്ല എന്നൊക്കെയുള്ള രീതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മദ്യം മയക്കുമരുന്നൊക്കെ പുതിയ തരത്തിലൊക്കെ ഉള്ളത് കാണിച്ചു കഴിഞ്ഞാലും പ്രശ്നമില്ല എന്ന രീതി. അപ്പം ശരിക്കും കലാമൂല്യമുള്ള സിനിമ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഞാൻ പറഞ്ഞ കലാമൂല്യം എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാണ് കാര്യം. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകന്റെ ആസ്വദിക്കുന്ന രീതിയാണ് ഇല്ലേ? ഇനി കൊമേഴ്ഷ്യൽ സിനിമ സാമ്പത്തികം ഉണ്ടാക്കാൻ, മറ്റു സാമ്പത്തികം ഉണ്ടാക്കണ്ട എന്നെല്ലാം പറയുന്നില്ല. രണ്ടും ഞാൻ ഒരു സിനിമാറ്റിക് ഡാൻസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ക്ലാസിക് ഡാൻസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇല്ലേ? രണ്ടിന്റെ ഓഡിയൻസ് ഒരു പക്ഷെ വ്യത്യാസമായിരിക്കും. പക്ഷെ ഞാൻ രണ്ടും ഇന്ന് കാണുന്ന ആളാണ്, രണ്ടും ഇഷ്ടമാണ്. കാര്യം എനിക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ്. ക്ലാസിക്കൽ ഡാൻസിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കാണാം, ആസ്വദിച്ചാണ്. പക്ഷെ എന്റെ സുഹൃത്തിനെ കൊണ്ടുപോയി ചിലപ്പോൾ ഇറങ്ങി പോയിരിക്കും. മനസ്സിലായി? ഒരു ആസ്വാദകന്റെ വ്യത്യാസം മൈൻഡ് സെറ്റ് ആണത്, അത്രേ ഉള്ളൂ. എനിക്ക് വേർതിരിവിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ വേറെ കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു കണക്റ്റീവ് സാധനം ഈ സിനിമയിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ, അതായത് സിനിമയിൽ മദ്യപാനം എത്ര ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ? സിനിമ സെൻസർ ചെയ്യുന്ന സമയത്ത് ഇത്ര ലക്ഷം താഴെ എഴുതി കാണിക്കുമല്ലോ. അതുപോലെ ഈ മദ്യപാന ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? സിനിമ കാണുമ്പോൾ ഇല്ല, തുടക്കത്തിൽ ഒരു പരസ്യം വരാറുണ്ട്, സ്പോഞ്ചാണ്. ഇത്രയും വൃത്തിയായിട്ട് ഒരു പരസ്യം ആവശ്യമുണ്ടോ? പക്ഷെ അത് കണ്ടിട്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ആർക്ക് മാറ്റം ഉണ്ടായി? ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ സാധനം ഉണ്ടെന്ന് മനസ്സിലായത്. പരീക്ഷിക്കാൻ തോന്നുന്നു, മനസ്സിലായില്ലേ? ഇത് ഇവിടെ എത്ര പേർക്കാണ് ഈ സംഭവം ഉള്ളത്? ആർക്കും ഇതൊക്കെ കാണുന്ന സമയം കഴിഞ്ഞു. സെൻസർ പാർക്ക് എന്തൊരു മണ്ടത്തിനോടെ കാണിക്കുന്നത്? സെൻസർ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അല്ല, ഇപ്പൊ എ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, യു സർട്ടിഫിക്കറ്റ് കൊടുക്കുക, യു എ. അപ്പോ ഒരു പ്രേക്ഷകന് മനസ്സിലാവും എന്താന്നുള്ളത്. അല്ലാതെ ഇത് എനിക്ക് മനസ്സിലാവും ഇത് പബ്ലിസിറ്റി ആണ് സംശയം ഗവൺമെന്റിന്റെ ഇല്ലേ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അപ്പോഴായിരിക്കും ഈ ഇൻട്രോ വരുമ്പോ 2 അടിച്ചിട്ടാന്ന് തോന്നുന്നത്
ഇല്ലേ? ഇത്രയും വെണ്ടയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒക്കെ എന്നേ ഈ പരസ്യമൊക്കെ എടുത്ത് സെൻസറൊക്കെ വളരെ ഇപ്പം എന്താണ് സ്ത്രീയെ ഇപ്പൊ 2 തവണ തല്ലി കഴിയുമ്പോൾ സെൻസർ കേട്ടോ അങ്ങനെ എന്തോ ഉപദ്രവം കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടോ. മനസ്സിലായില്ലേ? മൃഗങ്ങളെ കാണിച്ച പ്രശ്നം. വീട്ടിലൊരു കോഴിയെ കട്ടുന്ന കുഴപ്പമില്ല ഇല്ലേ? പശുവിനെ വെട്ടുന്നതിന് കുഴപ്പമില്ല. ഇതില് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഇനി പോയി NOC വാങ്ങിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ എനിക്ക് മനസ്സിലായത്? അല്ലെങ്കിൽ ഈ പണം ഇവർ എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോ ഒരു 50,000 50,000 രൂപ അടയ്ക്കണം. ഈ പണം അല്ല സെൻസിന്റെ അല്ല, ഈ ഇതിനെ കാണിച്ച് NOC മേടിക്കാം. മൃഗങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ പണം എന്തിനു ഉപയോഗിക്കുന്നവര്? അവർക്ക് ശമ്പളം കിട്ടാൻ അവർക്ക് തിന്നു മുടിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അല്ലെങ്കിൽ ഇതിനെ സംരക്ഷിക്കുന്നുണ്ടോ? ഇപ്പൊ അരിക്കൊമ്പനെ കൊണ്ടിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടിട്ട് അവിടെ ആകെ വിഷയം ഏതോ വീടൊക്കെ കുത്തിപ്പൊളിച്ചു ഇല്ലേ? ഇവിടെ നിന്ന് എന്തിനാണ് ഇവിടുന്ന് മാറ്റി? എന്തിനാണ്? അത് നല്ല സ്ഥലമല്ല. അല്ലെങ്കിൽ അത് അരിക്കൊമ്പ് സ്വസ്ഥമായിട്ട് കിടന്നാൽ അത് കുടുംബമായിട്ട് കുഴപ്പമില്ല, പ്രശ്നമില്ല. ഒരു സമയത്ത് പ്രശ്നം ഉണ്ടാവും. പിന്നെ എവിടെയൊക്കെ മാറ്റും? അവന്റെ ആവാസ വ്യവസ്ഥ ജീവിക്കുന്നു. പക്ഷെ മനുഷ്യന്റെ കൈയിടൊക്കെ സ്ഥലമാണ്. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ജനങ്ങൾക്കുള്ള സംവിധാനം, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളൊക്കെ ജനങ്ങളെ സേഫായിട്ട് മാറ്റുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിനെ ഉപദ്രവിച്ചാൽ അതിറങ്ങും. അതിന് ആഹാരമില്ല. അല്ല അവിടെ ഉള്ള അവരുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥ കൊണ്ടുവിട്ട ഇവിടെ തമിഴ്നാട്ടില്. അപ്പൊ അവിടെ ജനങ്ങൾ പ്രശ്നമല്ലേ? ശരിയാണ്. ഇത് കൃത്യമായ തീരുമാനം ഗവൺമെന്റ് എടുക്കുന്ന ഒരു എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ശ്രദ്ധ ചലിപ്പിക്കുക എന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ. മേഖല എനിക്ക് തോന്നുന്നു എത്ര രൂപ ചെലവായെന്ന് അറിയാവോ? ശരിയാണ്. എത്ര രൂപ, എത്ര ദിവസം അവിടെ എത്ര ഉദ്യോഗസ്ഥർ അവിടെ നിന്നു? ഇത്രയും രൂപ ചെലവാക്കിയിട്ട് അവിടെ പ്രശ്നം അവിടെ നിന്ന് പിടിച്ചോണ്ട് വരും ഇങ്ങോട്ട്. ഇത് എന്താണ് പൊളിറ്റിക്സിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ വിവാദമല്ല, അത് പല രീതിയിലും കാണും. ഇവിടെ നല്ലൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഉടൻ ഗവൺമെന്റ് അല്ല ഇവിടുത്തെ, ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, എന്നിരുന്നാൽ പോലും ഞാനൊരു വലതു മുന്നണിയോ ഇടതു മുന്നണിയോ അല്ലെങ്കിൽ BJP യോ ഞാനത് അതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ഞാൻ അതിനെ പുകഴ്ത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. ശരി, സിനിമയൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയ സിനിമയിലുള്ള സിനിമയിൽ ചേട്ടൻ ഉപയോഗിക്കുന്ന രാഷ്ട്രീയം ഇപ്പൊ പലരും പല രീതിയിലായിരിക്കും കഥ പറയാറുള്ളത്. അപ്പൊ സിനിമ പ്രധാനമായിട്ടും പറയുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? ചേട്ടന്റെ സിനിമകൾ? എന്റെ സിനിമ എന്തിനെയും കുറിച്ച് പറയാം. എന്തിനെയും കുറിച്ച് പറയാം. ഏത് സമയത്ത് എനിക്ക് എന്ത് തോന്നുന്നു അതാണ് എന്റെ സിനിമ. അതാണ് സിനിമ. അപ്പൊ അതിങ്ങനെ മാറി മറിയും ട്രെൻഡുകൾക്കും കാലത്തിനൊക്കെ അനുസരിച്ച്. കാലവും ട്രെൻഡ് എന്റെ മനസ്സിൽ സംഭവം ഇഷ്ടപ്പെട്ട സബ്ജക്ട് തോന്നി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട് പൂർണ്ണമായ ഇഷ്ടം. ഞാൻ ഒരു ദിവസം കൊണ്ടിരിക്കുന്ന സിനിമ ഞാൻ ആ സബ്ജക്ട് ഇന്ന് സബ്ജക്ട് ചെയ്യുന്ന ആ സിനിമ എന്നാണല്ല. ഇത് ഞാൻ എഴുതിയിട്ട് അല്ലെങ്കിൽ എന്റെ മനസ്സിലിട്ടിട്ട് എനിക്ക് മോശം തോന്നിയാൽ ഞാൻ കളയും. ഞാൻ ഓഡിയൻസിന് ഞാൻ എന്നൊരു പുതുമ, അതായത് എന്തൊരു വ്യത്യാസമാണ്. എല്ലാവരും പറയാത്തൊരു സാധനം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമാണ്. ഞാൻ ഇപ്പൊ ഈ തത്ത പറയുന്നതെന്നൊക്കെ പറയുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രമേയമാണ്. അത് എങ്ങനെ പറയുന്നുള്ളതാണ്. അത് നിങ്ങൾ കൊമേഴ്ഷ്യൽ വൽക്കരിക്കേണ്ട ആവശ്യമില്ല അതിന്. ഇല്ല, അതൊരു നല്ലൊരു കഥയാണ്. കഥയുടെ രീതിയിലാണ് പോകുന്നത്. അല്ല ഞാൻ ഒരു കൊമേഴ്ഷ്യലായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു മൂവി അല്ല. അത് കൊമേഴ്ഷ്യൽ അല്ല. ഞാൻ അത്ര എന്താണ് പണം ഒരുപാട് കളക്ട് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് കളക്ട് ചെയ്യാന്ന് വിചാരിച്ച സിനിമയല്ല. നല്ലൊരു സിനിമയാണ്. പച്ച രീതിയിൽ കഥ പറയും. ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടട്ടെ, റിജക്ട് ചെയ്യണ റിജക്ട് ചെയ്യട്ടെ. എൻ്റെ ഒരു തെറി വിളിച്ചാലും സന്തോഷമേ ഉള്ളൂ ഇല്ലേ? എന്റെ ഏറ്റവും കൂടുതൽ അതിന്റെ പോരായ്മകൾ പറഞ്ഞ സന്തോഷമാണ് എനിക്ക്. മാറ്റുന്നല്ല, എന്നെ ചിന്തിപ്പിക്കാൻ സാധിക്കും. എന്നെ ഇല്ലേ? എന്നെ ചിന്തിപ്പിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്നെ ചിന്തിക്കും. ഞാൻ വലിയ സംഭവം തോന്നും ഇല്ലേ? എന്നെ സംഭവം തോന്നാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. കട്ടൻ ചായ കിട്ടുമോ? ബീഫ് ഞാൻ ബീഫ് കഴിച്ചത് ഞാൻ 2016 നിർത്തിയതാ. ഞാനിപ്പോ ഒരു 90% ഞാൻ വേവിക്കാത്ത ആഹാരം കഴിക്കുന്നത്. വേവിക്കാത്ത വീഗൻ അങ്ങനത്തെ കാഴ്ചപ്പാട് നല്ലതല്ലേ? അതെ, നല്ലതാ. നമ്മൾ എന്തിനാ വേവിച്ച് കഴിക്കുന്നത്? പക്ഷെ അല്ല, ഈ വേവിച്ച് കഴിക്കുമ്പം നമ്മുടെ അല്ല പൊതുവെ പറഞ്ഞ കേട്ടോ, അതായത് നമ്മൾ പലപ്പോഴും ഉള്ള ഇമ്പ്യൂരിറ്റീസും ജേംസും കാര്യങ്ങളൊക്കെ പോകും. നമ്മുടെ ആ ഒരു പച്ചയിൽ അടങ്ങിയിരിക്കുന്ന എന്നാലും എന്തൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാറില്ലേ? പിന്നെന്താ ഇപ്പോഴാണ് മനസ്സിലായത്. ഫ്രൂട്ട്സ് അല്ല, നട്ട്സ്, എല്ലാ കാര്യങ്ങളും. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു 18 വർഷമായിട്ടുള്ളൂ വേവിച്ചടിക്കാൻ തുടങ്ങിയിട്ട്.
ഇല്ലേ? പക്ഷെ നമ്മുടെ നമ്മൾ പൂർവ്വമാര് വെറുതെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. അല്ല, പക്ഷെ നമ്മുടെ ആമാശയം അതൊക്കെ നമ്മളിപ്പം എവോൾവ് ചെയ്യാണ് ഡാർവിനൊക്കെ പറയുന്നത് പോലെ. നമ്മളിങ്ങനെ എവോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് വേവിച്ചത് ഇല്ലെങ്കിൽ നമ്മുടെ വയറ്റിന് പ്രശ്നമാവും. ഞാനിതിപ്പോ 2016 മുതൽ ബീഫ്, ചിക്കൻ, മട്ടൺ എല്ലാം ഒഴിവാക്കി. എന്തെങ്കിലും വല്ലപ്പോഴും കഴിക്കും. എന്തിനാണ് കൊന്നു കഴിക്കുന്നത്? മനസ്സിലായി. എനിക്ക് തോന്നുന്നില്ല മനുഷ്യ മിശ്രഭൂക്കെന്ന് ആരോ പറഞ്ഞേ. നമ്മുടെ പല്ലിന്റെ ഒക്കെ ഒരു പല്ലിന്റെ ഘടന വെച്ചിട്ട് പച്ചക്കും കഴിക്കും. മാംസം പച്ചക്കും കഴിക്കാൻ പറ്റുമോ? നമ്മൾ കഴിച്ചിരുന്നു പണ്ട് മനുഷ്യര്. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. എന്നിരുന്നാലും ഞാൻ എല്ലാവരും പള്ളി അതിനെ കുറിച്ച് പറയാമെന്ന് ഒരുപാട് പറയേണ്ടി വരും. തപ്പിക്കാൻ വയ്യ. എന്റെ ചോദിക്കും എന്താ നിങ്ങൾ പച്ചയുള്ള ആഹാരം കഴിക്കുന്നത്? അപ്പൊ ഞാൻ പറയാം എനിക്ക് ഇഷ്ടം കഴിക്കുന്നു. ഒറ്റ ആൻസർ തീർന്നില്ലേ? ഇല്ല, എനിക്കിപ്പോ ഞാനിപ്പോ 2 വർഷം ഒരു 4 വർഷത്തോളം ആയി ഞാൻ ഏകദേശം ഒരു പച്ചയായിട്ടുള്ള ആഹാരം കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ഞാൻ ഇത് കോഫി ഞാൻ കുടിച്ച് നിങ്ങൾ സ്നേഹത്തിനെ പോലെ തന്നു ഞാൻ കുടിച്ചു. പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. ഇല്ല, ചോറ് കഴിക്കത്തില്ല. ഇല്ല, അപ്പോൾ അതായത് ഞാൻ അടുത്ത എന്തെങ്കിലും ഒഴിഞ്ഞു മാറാത്ത സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആരെങ്കിലും ഗസ്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഞാൻ കഴിക്കും, കഴിക്കും എന്നുള്ളത്. അല്ല, ഞാൻ ഭൂരിഭാഗവും പച്ചയായിട്ടുള്ളതാണ് കഴിക്കുന്നത്. ചോറിന് പകരം ഇപ്പൊ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഞാൻ കേട്ടോ ചോറിന് എത്ര ഉണ്ട്? ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പ്ലേറ്റ് 130-135 മില്ലിഗ്രാം തോന്നുന്നല്ലേ, 50 മില്ലിഗ്രാം തോന്നുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. കാർബോഹൈഡ്രേറ്റ് അത്ര ആവശ്യമില്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. അതിന് ഈക്വലായിട്ട് ഏത്തപ്പഴത്തിനുണ്ട്. ഇല്ലേ? ഞാൻ പറയട്ടെ, ഇത് മലയാളീസ് ചോറ് കഴിക്കുന്നു, വിദേശ രാജ്യങ്ങളോട് ചോറ് കഴിക്കുന്നുണ്ടോ? റൈസ് കഴിക്കുന്നുണ്ടോ? ഇല്ലല്ല, വടക്കോട്ട് ചപ്പാത്തി കഴിക്കുന്നു. ചപ്പാത്തി കഴിക്കുന്നു. ബ്രെഡ് ഐറ്റംസ്. പക്ഷെ അതും ഇതുപോലെയുള്ള ഗോതമ്പ് ഞാൻ ഡൽഹി പോകുമ്പോ ഞാൻ പരമാവധി ഞാനിത് ഒഴിവാക്കുകയാണ്. നിവർത്തിയ സാധ്യത കഴിക്കുന്നേ ഉള്ളൂ. ഞാൻ എനിക്ക് 2 വർഷം കൊണ്ട് കഴിക്കുന്നു. എനിക്ക് ഒരു വിഷയമല്ല. അതിനെ കാണുമ്പോൾ എന്തെങ്കിലും വിഷയം തോന്നില്ലല്ലോ? തോന്നില്ല. അതാണ് നിങ്ങൾക്ക് പരീക്ഷിച്ചൂടെ? എന്തിനാണ് ഈ പാടിട്ട് രാവിലെ സ്ത്രീകൾ എത്ര 5 മണിക്ക് എഴുന്നേക്കും? എന്താണ് പാചകം ചെയ്യണം? ഭയങ്കര കുക്കിംഗ് ആ വീട്ടിൽ നിന്ന്. എത്ര 10 മണിയുടെ കുക്കിങ്ങും 9 മണിയുടെ കുക്ക് ചെയ്ത് അടുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇടയൊക്കെ അങ്ങ് വിടുന്നു. അടുത്ത് 10 മണി വീണ്ടും കിച്ചണിൽ കയറുന്നു. ഉച്ചയാവുന്നു, അയ്യോ ചോറ് വെക്കില്ല, മീൻ വെച്ചില്ല, മറ്റു വെച്ചില്ല, ഇത് വെച്ചില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ എന്തെങ്കിലും സ്നാക്സിന് വേണ്ടി ബുദ്ധിമുട്ടൊന്ന്. അടുത്ത് രാത്രി അയ്യോ ഡിന്നർ. അത് ചോറല്ലെങ്കിൽ ചപ്പാത്തി. രാവിലെ വൈകുന്നേരം വരെ 5 മണി, രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. ഫുൾ ടൈം. എന്തിനാണ് ഞാൻ രാവിലെ എടുത്ത് ഞാൻ കുറച്ച് പരിപാടി ഉണ്ട് എനിക്ക്. ഈ മുളപ്പിച്ച കഴിയും രാവിലെ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കും. അതിന്റെ കുറച്ച് സാധനം ആഡ് ചെയ്യും. എനിക്കൊരു വിഷയമല്ല. എനിക്ക് 2 മണി ഞാനിപ്പോ കൂടുതൽ സ്റ്റേജിൽ എറണാകുളത്താണ്. ഉച്ചയ്ക്ക് എനിക്ക് ഹോളി എന്റെ ഞാനൊരു ബോക്സ് ഉണ്ട്. അതിന്റെ അകത്ത് ഞാൻ ചിലപ്പോ ക്യാരറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ തക്കാളി, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാവും, നട്ട്സ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഞാൻ കൊണ്ടുപോകും. പുറത്തുകൊണ്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിക്കും. എനിക്ക് വിഷയമല്ല. ഞാൻ രാവിലെ ഉച്ചയ്ക്കും വരുന്നത് എനിക്ക് ഒരു വിഷയമല്ല. ഞാൻ 2 വർഷമായിട്ട് ഒരു 4 വർഷമായിട്ട് എനിക്ക് ഒരു വിഷയമല്ല. ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ ഇതും കൂടെ അവോയ്ഡ് ചെയ്യാൻ പറ്റി അത്ര നല്ലതാണ് ആഗ്രഹിക്കുകയാണ്. ചായയും കോഫിയും ഒക്കെ അല്ലേ? ഇത് ഞാൻ കുടിക്കാറില്ല. ഇല്ല. ഇപ്പൊ എല്ലാരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന കൺസെപ്റ്റ് ആണ്. പറഞ്ഞേക്കുന്നതല്ല, കുറെ പേര് പിന്തുടരുന്ന ഈ വീഗനിസം എന്ന് പറയുന്നത്. അതായത് മൃഗങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒന്നും, ഇപ്പൊ തേനായാലും അല്ലെങ്കിൽ തൈരോ തേനീച്ചകളല്ലേ, എന്നാലും തേനീച്ചയുടെ വായിന്ന് വരുന്നില്ലേ, മൃഗങ്ങളിൽ നിന്ന് വരുന്ന ഒന്നും കഴിക്കാറില്ല, അല്ലെങ്കിൽ മൃഗങ്ങളെ കഴിക്കാറില്ല എന്നുള്ള രീതിയിൽ. ഞാൻ മൃഗങ്ങളെ കഴിക്കാറില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ബീഫിനെ കുറിച്ച് ഭയങ്കര വിഷയം ഉണ്ടാക്കിയല്ലോ ഇവിടെ. ബീഫ് ഞാൻ ഞാനിപ്പോ ജസ്റ്റ് എന്ന് പറഞ്ഞോ, വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ പോകുമ്പോ അവിടെ ചുറ്റുപാട് കേരള ഹൗസിൽ കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പം മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട്. 2016 കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നിർത്തി. 2015 ഞാൻ കഴിച്ചിട്ടുണ്ട്. 16 ഞാൻ നിർത്തിയതല്ല. ഞാൻ ഒരു നിസ്സാര കാര്യം ചോദിച്ചോട്ടെ, മാതാവാണ് എല്ലാം ഞാനും അംഗീകരിക്കുന്നു. അതിന്റെ കാളപിതാവാണ്, ആയിക്കോട്ടെ, കഴിക്കാത്തവർക്ക് ആയിക്കോട്ടെ, അതിനൊന്നും പറയുന്നില്ല. ഇവിടെ ഇന്ത്യ അല്ലെങ്കിൽ വടക്കൻ സംസ്ഥാനം നിരോധിച്ചു. ഒരു വർഷം എത്ര ബീഫ് ഇവിടെ കയറ്റുമതി ചെയ്യുന്നു? കൊല്ലം പച്ചയ്ക്കാണ് കയറ്റി വിടുന്നത്. പക്ഷെ ഞാൻ കാളയും പോത്തിനെയൊക്കെ എങ്ങനെ കയറ്റി വിടുന്നത്? പച്ചയ്ക്കാണോ? ഇന്ത്യ കയറ്റുമതിയിൽ ഏകദേശം 4ാം സ്ഥാനോ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണിത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ അകത്ത് എന്ത് രാഷ്ട്രീയമുള്ളത്? അതുകൊണ്ട് തട്ടിപ്പാണ്. അതായത് ബീഫ് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തട്ടിപ്പാണ്. ബീഫ് കഴിക്കാൻ കഴിച്ചായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ സംരക്ഷിക്കണം. ചുമ്മാ തട്ടിപ്പാതൊക്കെ അല്ല. പക്ഷെ നമ്മളിപ്പോ പറയാറില്ല, ഫുഡ് ചെയിൻ ഒക്കെ നമ്മൾ പറയാറില്ലേ, ഒന്ന് തിന്നാലേ മറ്റൊന്നിന് വളമാകും, അല്ലെങ്കിൽ ഒന്ന് കൊന്നാലേ മറ്റൊന്നിന് നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ. വെണ്ടയ്ക്കയും കത്തിരി കഴിക്കുന്നില്ലേ? ഇപ്പൊ നമ്മളൊരു കുഞ്ഞു മൃഗത്തിന്റെ പോപ്പുലേഷൻ കൂടാതിരിക്കുക, അതിനേക്കാളും കുറച്ച് മനുഷ്യന്റെ പോപ്പുലേഷൻ കൂടാൻ ചെയ്യണം. ഇല്ല, അതില്ല. അതുകൊണ്ടാണ് നമ്മൾ 800 ബില്യൺ എന്തുവായില്ലേ, 800 ദശലക്ഷത്തോളം കോടിയോ ഭാരതത്തിലോ? 800 അല്ല, മൊത്തം ലോകത്തില് അത്രയല്ലേ? 8 ബില്യൺ ജനങ്ങൾ. 8 ബില്യണോ? 8 ബില്യൺ.
അത്രയല്ലേ ജനങ്ങളോളം വന്നിട്ടുണ്ട്. ഭാരതത്തിൽ എനിക്ക് തോന്നുന്നു 140 കോടി കഴിഞ്ഞു. ചൈന തൊട്ടടുത്തുണ്ട്. ചേട്ടാ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു, സിനിമയെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ സിനിമ പറയുന്ന രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞു, അല്ലാതെയുള്ള രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞു. ഇനി ഒരു വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റി ചോദിക്കട്ടെ. ഫാമിലിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ എന്താണ് ഫാമിലിയുമായിട്ട് ഈ ഒരു സിനിമയും മേഖലയും തമ്മിലുള്ള ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ? ഫാമിലിയോട് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പിതാവിന് ഇഷ്ടമാണ് സിനിമ. പിന്നെ ഞാൻ ഇതല്ലാതെ വേറെ മേഖല പോകില്ലെന്നറിയാം. നമ്മളിപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശില്പിയോ കലാകാരനോ ഞാൻ ചെയ്യാറുണ്ട്. വർക്ക് ഇപ്പൊ ഒരുപാട് കാലമായി അതിലൊരു ഗ്യാപ്പ് വന്നത്. അത് ഒരു എക്സിബിഷൻ വെക്കുന്ന എന്റെ ആഗ്രഹം. പിന്നെ അതും എല്ലാം കൂടെ ഇങ്ങനെ എവിടെ കാലം ഒക്കെ ആലോചിച്ചോണ്ടിരിക്കുക. മനസ്സിലായില്ലേ? സമയം കിട്ടുന്നില്ല, എല്ലാം കൂടെ ആയിട്ട് സമയം കിട്ടുന്നില്ല. പിന്നെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞാൽ ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, മാരീഡ് ആണ്, പിന്നെ ഞാനുണ്ട്. ചേട്ടൻ പറഞ്ഞ സിസ്റ്റർ മാരീഡ് ആണ്. അപ്പം ചേട്ടൻ കല്യാണം, ഭാര്യ, കുട്ടികൾ? എനിക്കൊരു പ്രായമായിട്ടില്ലല്ലോ. എനിക്ക് വിവാഹം കഴിക്കാൻ പ്രായമായിട്ടില്ല. ആയിട്ടില്ല? ഇല്ല. അല്ല, വിവാഹത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ലല്ലോ. അത് തെറ്റാണ്. വിക്കിപീഡിയ തെറ്റാണ്. ആര് കൊടുത്തതെന്ന്? വിക്കിപീഡിയ ശരിയല്ല. വിക്കിപീഡിയ തെറ്റാണ്. ഞാൻ പോലും പറഞ്ഞില്ല എന്ത് പ്രായം ഉണ്ടെന്ന്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാണ് വിവാഹം കഴിച്ചിട്ട് വെറുതെ ഡിവോഴ്സ് കാശ് വെക്കുന്നത്? ഇല്ലേ? ശരിയാണ്. മനുഷ്യൻ എന്താ മനുഷ്യൻ വിവാഹം പ്രേമിച്ചാലും എന്ത് സൊസൈറ്റി? ഇത് ആരോ ചുമ്മാ പറഞ്ഞുണ്ടാക്കി വെച്ചാണ്. എന്റെ അഭിപ്രായത്തിൽ വിവാഹം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലേ? ഒറ്റ സുഖം ഒറ്റ ജീവിക്കുന്നതാണ്. എന്തിനാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റൊരു ആടിച്ചേപ്പിക്കുന്നത്? ഇല്ലേ? എനിക്ക് ഒറ്റ ജീവിക്കാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ സന്തോഷവാനാണ്. എനിക്ക് നീ എങ്ങോട്ട് പോകുന്ന എന്റെ ചോദിക്കാനും പറയാൻ ആരുമില്ല. ഇതേ പറയായിരിക്കും കേട്ടോ. എന്നിരുന്നാൽ പോലും എന്നോടാരും ചോദിക്കാറില്ല, പറയാറ്. ഫുൾ സ്വാതന്ത്ര്യമാണ് ജീവിതത്തിൽ. മനസ്സിലായില്ലേ? ഇനി വെറുതെ വിവാഹം കഴിച്ച് തല്ലുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അതിന്റെ പുറകില് തലപെടാൻ വയ്യ. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ റിസ്ക് ആണെന്നോ ജീവിതത്തിൽ കേട്ടോ. അല്ലേ? നിങ്ങൾ ഏറ്റവും നല്ലത് സ്വതന്ത്രമായി ജീവിക്കുക. ഇപ്പൊ എന്റെ നാളെ മാറ്റി പറഞ്ഞു കേട്ടോ. അല്ലെ, നമുക്ക് മാറാമല്ലോ, നമ്മുടെ അഭിപ്രായങ്ങൾ മാറ്റാം. അഭിപ്രായങ്ങൾ മാറ്റാം. അഭിപ്രായങ്ങൾ മാറില്ല കേട്ടോ. എന്റെ നിലപാട് മാറത്തില്ല. സാധ്യത അല്ല, ശരിക്കും മനുഷ്യന് എനിക്ക് തോന്നല്ല കാര്യം. ആദ്യത്തെ ഒരു ഫാന്റസി കഴിഞ്ഞാൽ പിന്നെ വലിയ ഇല്ലേ മുന്നോട്ടാൻ തോന്നുന്നില്ല. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പെൺകുട്ടി ഇഷ്ടത്തിൽ പോവാം, ആൺകുട്ടികൾക്ക് ആൺ ഇഷ്ടത്തിൽ പോവാം. വേണമെങ്കിൽ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ എതിരേറ്റ് വെക്കാം. നാളെ എനിക്ക് വിവാഹമോചനം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ലേ? ഉടനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. ആ പെണ്ണ് സഹിച്ച് പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയായിരുന്നാലും ഭർത്താവിനുള്ളിൽ വിഷയമാണെങ്കിൽ ഉള്ള തല്ലും കൊണ്ട് അടിയും കൊണ്ട് നാട്ടിൽ വിഷയം എന്നറിയാവോ? ഇത് പെൺകുട്ടി തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമാണ്. അടുത്താൽ എന്ത് സംഭവിക്കും? മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? അനക്കാണ് തല്ലടി കൊണ്ട് അല്ലെങ്കിൽ അവിടെ കിടക്കേണ്ട ആവശ്യമുണ്ട്? പ്രതികരിക്കണം. അങ്ങനെ ആരുടെ അടിമയായിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലേ? പ്രതികരിക്കുക. പ്രതികരിച്ചിട്ട് എനിക്ക് വേണ്ട താല്പര്യമില്ല, ഡിവോഴ്സ് ചെയ്യുക. അടുത്തൊരു ഓപ്ഷനിൽ പോകുക, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക. എന്റെ ആരും തല്ലുകൊണ്ട് കിടക്കേണ്ട ആവശ്യമില്ല. തുല്യ സ്വാതന്ത്ര്യം മുന്നോട്ട് പോവുക. ഇഷ്ടം എനിക്ക് സ്വാതന്ത്ര്യം ജീവിക്കാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ജീവിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ സ്വതന്ത്രവാനാണ്. അപ്പൊ ഞാനിങ്ങനെ സിംഗിളായിട്ട് ജീവിക്കുന്നു. ഇല്ലേ? ഇനി ഒരു 50 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുമ്പോഴും എങ്ങനെയായിരിക്കും പറയുന്നത്? ചിലപ്പോ നാളെ മാറായിരിക്കാം. ഇപ്പൊ പറഞ്ഞത് മാറത്തില്ല. ഇപ്പൊ എന്റെ പ്രണയ സിനിമ ഏതാണ്? മനസ്സിലായില്ല? ഇതാണ് ഏറ്റവും നല്ലത്. പ്രണയിക്കാം കേട്ടോ. പ്രണയം പക്ഷെ അത് ഒരു എഗ്രിമെന്റ് പുറത്തുള്ള പ്രണയമാണ് നോക്കാം. അതിനപ്പുറം നോക്കൂല. അത് പ്രണയം എന്ന് വെച്ചാൽ അങ്ങനത്തെ പ്രണയമല്ല, അത്രേ ഉള്ളൂ. അത് എല്ലാം പറഞ്ഞ വിവാഹത്തോട് താല്പര്യമില്ല. പ്രണയം ഒരു സൗഹൃദ പ്രണയം അത്രേ ഉള്ളൂ. അല്ലാതെ വിവാഹം കഴിക്കേണ്ട പ്രണയത്തോട് ഒരു താല്പര്യമില്ല. അതല്ലേ നല്ലത്? ഓക്കെ, നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ലിവിന്ദുവായിട്ട് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യും. അവർക്ക് താല്പര്യം ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജീവിക്കാം. എപ്പോഴാണ് പിരിയാം. ആരും ആരുടെ അടിമയായിട്ട് ജീവിക്കേണ്ട. പെണ്ണായിരുന്നാലും ആണായിരുന്നാലും ആരുടെ അടിമയായിട്ട് ജീവിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഒരു ആയുസേ ഉള്ളൂ. ഇനിയിപ്പം മില്യൺ വർഷം കഴിഞ്ഞാലും അല്ല, അങ്ങനെയല്ല. ആരും ചുമക്കാം. ഇനി മില്യൺ എത്രയോ കൊടുക്കുന്ന വർഷം കഴിഞ്ഞാലും മുൻപ് വരുന്നാലും ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ഒരു ഉദാഹരണത്തിന് 150 വർഷം ജീവിക്കുന്ന വെക്കുക. ഞങ്ങൾ പറഞ്ഞ ആഗ്രഹം അതാണ്, ഒരു 150 വർഷം ജീവിക്കുന്ന വെക്കുക. പൊല്യൂഷൻ വെച്ചിട്ട് ഇപ്പൊ ഒരു 50 വർഷം പോയി ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതാണ്. ഇനി അങ്ങോട്ട് ജീവിക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് ജീവിക്കാൻ പറ്റില്ല. ഞാൻ എത്ര രൂപ സമ്പാദിച്ചാലും ഞാൻ ഇവിടെ കളഞ്ഞിട്ട് പോകും. ഇല്ല, ഞാൻ ചിലരുണ്ട് കേട്ടോ, പെട്ടെന്ന് പറഞ്ഞു പോവാ. ചിലവര് പണത്തിന് വേണ്ടി ഇങ്ങനെ ആർത്തിയാണ്. എനിക്ക് അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ച് വേണം, ആർത്തിയാണ്.
എന്തിനാണ് ആർത്തിയുടെ ആവശ്യം? എത്ര സംഭവം ഞാൻ കഠിനാധ്വാനിച്ച ഒരു വീട് വെച്ചു, ഞാൻ ലോൺ എടുത്ത് വീട് വെച്ചു. കുറെ കാലം കഴിയുമ്പോൾ ഞാൻ ഇതിന് വേണ്ടി വീടിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കും. ജീവിതകാലം മൊത്തം ഞാൻ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ വസ്തു വാങ്ങിച്ചു. ഞാൻ അധ്വാനിക്കുന്ന മൊത്തവും അവിടെ കളഞ്ഞിട്ട് ഇപ്പൊ നാളെ മരിച്ചേ നാളെ കളഞ്ഞിട്ടു ഇല്ലേ? ഭൂമിനെ പോവുകയാണ്, വെനിഷായി പോവുകയാണ്. ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ എന്തോ കഥയുണ്ട്. അലക്സാണ്ടർ എല്ലാരും കഥ തന്നെയാണ്. അല്ല മരിക്കുമ്പോ എന്റെ രണ്ട് കൈയും പുറത്തിടുക, ഒന്നുമില്ല, കഴിക്കാത്തൊന്നുമില്ല, അത്രേ ഉള്ളൂ. പറഞ്ഞ പോലെ എന്ത് ആടപരം കാണിച്ചാലും എനിക്ക് അതുണ്ട് ഇതുണ്ട്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കുന്നതാണ്. എന്റെ കയ്യിലുണ്ടെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല ഇല്ലേ? നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്കും അറിയില്ല. ഞാൻ സിമ്പിൾ ആയിട്ട് ജീവിക്കുന്ന ആളാണ്. എനിക്ക് അതാണ് ഇഷ്ടം. അപ്പം എന്റെ കോടികളുണ്ടോ ലക്ഷങ്ങളുണ്ടോ ഒന്നും പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഒന്നും ഉണ്ടെങ്കിൽ കൊണ്ടുമില്ല, ഉണ്ടെങ്കിൽ കൊണ്ട് നമ്മൾ ജീവിക്കുക. എന്നാലും ഭൂമിയെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, മൃഗങ്ങളെ സ്നേഹിക്കുക. നമ്മൾ മനുഷ്യ മാത്രമല്ല മൃഗങ്ങളെയും സ്നേഹിക്കണം. അവരും അവകാശികളാണ്. അതിനും ജീവനുണ്ട്. നമുക്കുള്ള അതേ അവയവങ്ങൾ അതിനും ഉണ്ട് ഇല്ലേ? 2 നിമിഷത്തിന് വേണ്ടി കൊന്നുകളയേണ്ട ആവശ്യമില്ല. ഞാൻ യോജിക്കുന്ന ആളല്ല. അതിനെ സ്നേഹിക്കുക, അതിനെ സ്നേഹിച്ച് തിരിച്ചു സ്നേഹിക്കും. അപ്പൊ ഒരുമിച്ച് സന്തോഷമായിട്ടാ അതിന്റെ ഭാവസൃഷ്ടി നമ്മുടെ ആവാസവസ്ഥയൊക്കെ ഒരുമിച്ച് കൂട്ടാളായിട്ട് കെട്ടിപ്പിടിച്ച് അതിനൊക്കെ ഒന്ന് തലോടി അതിനൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നല്ല ജീവിതമായിട്ട് മുന്നോട്ട് പോവാം. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനാണ് നമ്മുടെ പ്രേക്ഷകരോട് കൊടുക്കുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ അവരോടുള്ള ഒരു അറിയിപ്പ് കാര്യങ്ങളും ഇത് തന്നെയാണ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ബാക്കി അടുത്ത ഇന്റർവ്യൂവിൽ പറയാം. ഇതോടുകൂടി എനിക്ക് അടുത്തൊരു സോളിനെ കുറിച്ച് പറയാൻ ആഗ്രഹമുണ്ട് കേട്ടോ. പറഞ്ഞോളൂ. ഇപ്പൊ പറയത്തില്ല, അടുത്ത 2-3 ഇന്റർവ്യൂ ആണ് അതിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ അവിടെ ചർച്ച ചെയ്യാം. ഓക്കെ, ശരി. അപ്പോ നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിച്ചു, ചർച്ച ചെയ്തു. ഒരുപാട് രസകരങ്ങളായ നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ ഇന്റർവ്യൂ, ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുകയാണ്. കേട്ടിരുന്ന എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി ചേട്ടാ. താങ്ക് യു.